السلام عليكم ورحمة الله وبركاته. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بأيدينا كلة حيلتنا أدركنا يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بأيدينا كلة حيلتنا أدركنا يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. المدد المدد المدد، روحي فداك يا رسول الله. ബഹുമാന്യരായ ഹമീദ് ഫൈസി, മറ്റ് ശ്രേഷ്ഠ സാന്നിധ്യങ്ങളായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഹൃദയത്തേരിലേറ്റി സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അഹോരാത്രം കഠിനയത്നം നടത്തുന്ന പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ പ്രസക്തവും ചിന്തോദ്ദീപകവുമായ പ്രഭാഷണത്തിന്റെ അവസാനത്തിൽ ഞാൻ കൂടുതൽ പറയുന്നത് ഉചിതമല്ലെന്ന് എനിക്കറിയാം. മാന്യരായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു വച്ചെടുത്തു നിന്ന് ഞാൻ തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട സമുദായത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ കപ്പിത്താൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സൂചിപ്പിച്ച ഒരു വാചകത്തിന് ഞാൻ അടിവരയിടുകയാണ്. അദ്ദേഹം അവസാനം പറഞ്ഞൊരു വാചകമുണ്ട്. സമുദായത്തിന്റെ മഹല്ലത്തുകളുടെ ശക്തിയും സ്രോതസ്സും ഐക്യവും കെട്ടിപ്പടുക്കുന്നതിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വഹിച്ച പങ്ക് നിശ്ചീമമാണ്. അതിന് പകരം വെക്കാൻ മറ്റൊരു പ്രസ്ഥാനമില്ല. ഈ ശക്തി ക്ഷയിപ്പിക്കാൻ ആര് വരികയാണെങ്കിലും അവർ ചെയ്യുന്നത് സമുദായത്തോട് ദ്രോഹമാണെന്ന അദ്ദേഹത്തിന്റെ ആ വാചകങ്ങളുടെ ഉൾസാരത്തെ ഞാനും ഉൾക്കൊള്ളുന്നു. അവിടെ നിന്ന് തുടങ്ങുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ഒരു സമുദായത്തിന്റെ, എന്നും സമുദായത്തിനു വേണ്ടി ഉറക്കൊടിഞ്ഞു നീങ്ങുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക നേതാവിനെ ചരിത്രത്തിൽ വായിച്ചെടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ മൗലാന മുഹമ്മദ് അലിയുടെ രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളിലേക്ക് ചേർത്ത് വെക്കാൻ പലപ്പോഴും സാധിക്കാറുണ്ട്. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ മതവും രാഷ്ട്രീയവും സമുദായത്തിനു വേണ്ടി ഒന്നിക്കേണ്ടുന്ന ചില ഘട്ടങ്ങളുണ്ടാവും. അത്തരം ഘട്ടങ്ങളുടെ മഹിതമായ സന്ദേശത്തിന്റെ പൂർവ്വകാല സ്മരണകളെ അയവിറക്കുന്നു എന്ന് മാത്രം. സമുദായം കിടന്നുറങ്ങുമ്പോൾ മൗലാന മുഹമ്മദ് അലി ഒരിക്കൽ രാത്രി കിടന്നുറങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ നിരതനായിരുന്നു. സമുദായം മുഴുവൻ കിടന്നുറങ്ങുന്നു. അദ്ദേഹം തന്റെ കോംറേഡിലേക്ക് ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ സുഹൃത്ത് വന്നിട്ട് ചോദിച്ചു, മൗലാന, ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യ പോർക്കളത്തിൽ നിന്ന് നിങ്ങൾ നിരന്തരം ഒരുപാട് അക്രമങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഉറക്കൊഴിച്ച രാത്രികൾ, നിരന്തരമായ യാത്രകൾ നിങ്ങളെ ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ക്ഷീണിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഈ അർദ്ധരാത്രി കഴിഞ്ഞിട്ടും താങ്കൾ എഴുതുകയാണ്, സമുദായത്തിന്റെ വികാരം ചാലിച്ചെഴുതുകയാണ് നിങ്ങളുടെ പേനയിലൂടെ. ഒന്നുറങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോ മൗലാന പറഞ്ഞൊരു വാചകമുണ്ട്. സമുദായം മുഴുവൻ കിടന്നുറങ്ങുമ്പോ ഞാനും കിടന്നുറങ്ങിയാൽ സമുദായത്തിന് വേണ്ടി കാവൽ നിൽക്കാൻ ആരുമില്ലാതായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ ഉറക്കൊടിഞ്ഞ് ഈ സമുദായത്തിന് വേണ്ടി സേവനം ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ രാഷ്ട്രീയവും സാമൂഹികവും മതപരവുമായ അർത്ഥത്തെ ജീവിതത്തിൽ ആവാഹിച്ചെടുത്ത ഒരുപാട് നേതാക്കൾ നമുക്ക് കഴിഞ്ഞുപോയിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് നേതാക്കൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അതാണ് ഈ സമുദായത്തിന്റെ വസന്തം, അതാണ് ഈ സമുദായത്തിന്റെ പുഷ്കലമായ ഇന്നലകളിലെ ഓർമ്മകൾ നമുക്ക് തരുന്നത്. അതിന്റെ ഭാഗമാണ് നമ്മുടെ പ്രിയപ്പെട്ട സമുദായത്തിന്റെ നേതാക്കളും സമുദായ രാഷ്ട്രീയ സാമൂഹിക നേതാക്കളുമൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യവും അതാണ്. അതുകൊണ്ടാണ് അവർ തിരിച്ചറിഞ്ഞിട്ട് സമുദായത്തിന്റെ ഐക്യത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ സമുദായത്തോടുള്ള ഈ അനൽപമായ സ്നേഹത്തെ ഞാൻ ഓർത്തെടുക്കുന്നത് പഴയകാലത്തെ ഒരു കേരള ശബ്ദത്തിലേക്കാണ് ഞാൻ ഓർക്കുന്നത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന എന്റെ പ്രിയപ്പെട്ട പഴയകാലത്തെ ഉസ്താദ് സമുദായത്തെ പിളർത്താൻ വേണ്ടി
കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ പുഷ്കലമായ സമുദായത്തിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പാരാവാരം പോലെ തീർത്ത സ്നേഹത്തിന്റെ മതിൽക്കെട്ടുകളെ തകർത്തെറിഞ്ഞുകൊണ്ട് മനുഷ്യ മതിലുകളെയും മനുഷ്യ മനസ്സുകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് മദ്രസകടകൾക്കിടയിൽ ഇടച്ചുമരുകൾ സൃഷ്ടിച്ചുകൊണ്ട് മഹല്ലത്തുകളെ മുറിച്ചു മാറ്റിക്കൊണ്ട് സമുദായത്തെ മുഴുവൻ മുറിച്ചു മാറ്റിക്കൊണ്ട് ഇങ്ങനെ കടന്നുപോയിട്ട് സമുദായത്തിന്റെ നേതാക്കളെ വിളിച്ച് കുറ്റം പറഞ്ഞ് സമുദായ ശത്രുവിനൊപ്പം നിന്ന് പ്രവർത്തനം ആരംഭിച്ചൊരു കാലഘട്ടത്തിൽ കേരള ശബ്ദക്കാരൻ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തോടൊരു അഭിമുഖം നടത്തിയപ്പോ സമുദായത്തിന് വേണ്ടി കാന്തപുരത്തിനെതിരെ ശബ്ദിച്ചിട്ട് സമുദായത്തെ ഒറ്റക്കെട്ടായി നിർത്തിയ പ്രിയപ്പെട്ട നേതാവാണ് അദ്ദേഹം. ഞാൻ അത് ഓർത്തുപോവുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ഇവിടുന്ന് കേട്ടപ്പോ. അന്ന് ഹബീബ് ഫൈസി പറഞ്ഞതുപോലെ പഴയകാലത്ത് അന്ന് നടന്ന കഥകൾ മറഞ്ഞുപോയ സമുദായത്തിലെ പാവപ്പെട്ട പുതിയ തലമുറക്ക് ന്യൂ ജനറേഷന് ഓർത്തെടുക്കാവുന്നൊരു സംഭവമാണത്. കേരള ശബ്ദത്തിന് നൽകിയ വിശദമായ അഭിമുഖത്തിന്റെ കോപ്പി ഇന്നും ഞാൻ എന്റെ കയ്യിലേക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. ആ പേജുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ സമുദായ സ്നേഹം, അതുപോലെ അക്കാലഘട്ടത്തിൽ ഇസ്ഹാഖ് കുരിക്കൾ നൽകിയ അഭിമുഖം, ഇവരൊക്കെ സമുദായത്തിനു വേണ്ടി സമസ്തക്കൊപ്പം നിന്ന് അക്കാലത്ത് വിളിച്ചു പറഞ്ഞ ആ സന്ദേശത്തെ അദ്ദേഹം ഇന്നും ഇവിടെ നമ്മുടെ മുന്നിൽ ആവർത്തിച്ചു. എന്തുകൊണ്ടാണത്? അവരെ പോലെയുള്ള സമുദായത്തിന് വേണ്ടി നിരന്തരം ഓടി നടന്നത് അവർക്ക് ഭൗതിക സൗകര്യങ്ങളുടെ സുഖശീതളിമ വർദ്ധിപ്പിക്കാനാണോ? എല്ലാ സൗകര്യങ്ങളും അല്ലാഹു അനുഗ്രഹമായി നൽകിയ ഈ സമുദായത്തിലെ നേതൃത്വത്തിന് അവർക്ക് ദുനിയാവെന്ന് പലരെയും പോലെ എന്തെങ്കിലും അടിച്ചെടുക്കാനുള്ള ജീവിതമല്ല അവരുടേത്. അവർ സമുദായ സേവനമാണ് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ അവർക്ക് വേദനയുണ്ടാവും. സമുദായ സേവനം നടത്തിയിട്ട് ആ സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ അവരുണ്ടാക്കിയെടുത്ത, അതുപോലെ അവർക്ക് നേതൃത്വം നൽകിയ പാണക്കാട് തറവാടിലെ ഏറ്റവും ശ്രദ്ധേയരായ സാധാത്യങ്ങൾ കേരള മുസ്ലിങ്ങളുടെ സൗഗന്ധികമായി വളർന്നു വന്ന് ഇന്നും നമുക്കെന്നും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ആ സ്നേഹത്തിന്റെ പൂത്തണലുകൾക്ക് കീഴെ നിന്ന് രാഷ്ട്രീയവും മതവും ഒന്നിച്ചു വളർന്ന കേരളത്തിലെ മുസ്ലിങ്ങൾക്ക്, അവരുടെ നേതാക്കൾക്ക്, അവരുണ്ടാക്കിക്കൊണ്ടുവന്ന അവിടുത്തെ അവരുടെ നേതാക്കൾക്കൊപ്പം വളർന്നു വന്ന, അവർക്ക് മുന്നേ നടന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് സൂചിപ്പിച്ചതുപോലെ മറ്റു സമുദായങ്ങളിലോ മറ്റ് സംസ്ഥാനങ്ങളിലില്ലാത്തതുപോലെയുള്ള ഒരു ജാഗരണവും ഒരു ഐക്യവും ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രതിവിധികൾ നിർദ്ദേശിക്കുന്ന സംഘ കുടുംബങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സമുദായത്തിന്റെ പ്രവർത്തനങ്ങളെ ഉണ്ടാക്കി തീർത്തത് പണ്ഡിതന്മാരുടെ നേതൃത്വവും സമസ്തയുമാണെന്ന് അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ വിജയം പോലും പണ്ഡിതന്മാരുടെ പ്രവർത്തനത്തിന്റെ വിജയമായിരുന്നു എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചില്ലേ? ആ പറയപ്പെട്ട ഈ മൂന്ന് ഘടകങ്ങളും ഒന്നിച്ചു ചേർന്നപ്പോ ആ പഴയകാലത്തെ പ്രിയപ്പെട്ട നേതാക്കളടങ്ങുന്ന സംഘത്തിന് അങ്ങനെ ചെയ്യേണ്ടുന്നൊരവസ്ഥ വന്നപ്പോ അത് കണ്ടിട്ട് കലാപമായ മഹല്ലുകളെയും മുറിച്ചു മാറ്റപ്പെട്ട മനസ്സുകളെയും കണ്ടിട്ട് സമുദായത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾക്ക് വേദനിക്കാനേ കഴിയുള്ളൂ. അവർക്കിങ്ങനെ പറയാനല്ലാതെ വഴിയില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ആ വാചകങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. ഐക്യപ്പെടാൻ സമൂഹത്തോട് ഉദ്ഘോഷിച്ചത് അതുകൊണ്ടാണ്. ആരാണ് ഐക്യപ്പെടേണ്ടത്? അദ്ദേഹത്തിന്റെ സൂചനകൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ട്. സമുദായത്തെ ഭിന്നിപ്പിക്കുന്നവരോട്, ഭിന്നിപ്പിച്ചവരോടാണ് ഐക്യപ്പെടാൻ സമുദായം വിളിച്ചു പറഞ്ഞത്. അതുതന്നെ ആ സമുദായത്തിന്റെ നേതാക്കൾ മുഴുവൻ പറഞ്ഞത്. അദ്ദേഹം സമസ്ത ഉണ്ടായതുകൊണ്ടുള്ള ഗുണങ്ങളുടെ ഗുണഗണങ്ങൾ എന്താണെന്ന് ചെറിയ വാചകങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. മഹല്ലുകളിലുള്ള സുന്ദരമായ ഈ അന്തരീക്ഷം ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. മഹല്ലിലുള്ള സുന്ദരമായ അന്തരീക്ഷം എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് എത്ര അർത്ഥവത്താണ്. സുന്ദരമല്ലാത്ത അന്തരീക്ഷം ഇന്ന് മഹല്ലുകളിൽ പലരുണ്ടാക്കിയില്ലേ? ആരാ ഉണ്ടാക്കിയത്? മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണോ? അല്ല. കോൺഗ്രസുകാരാണോ? അല്ല. സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഒരുപാട് സുന്നി പറഞ്ഞ് നടന്നവരാണ് ഐക്യത്തെ തകർത്തത്. ഞാൻ ഓർത്തുപോവുകയാണ്. സമുദായത്തിന്റെ പ്രിയപ്പെട്ട ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്ന് സമുദായം ആഗ്രഹിച്ച കഴിഞ്ഞതിന്റെ മുന്നേറ്റ തെരഞ്ഞെടുപ്പിൽ ഈ പ്രിയപ്പെട്ട റഈസുൽ ഉലമ എന്ന് ഇവർ വിളിക്കുന്ന പ്രിയപ്പെട്ടന്റെ പഴയകാലത്ത് ഇന്നും ഞാൻ ബഹുമാനാദരങ്ങളോടെ സൂക്ഷിക്കുന്ന ഈ സുലൈമാൻ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ തന്നെ മകൻ കല്യാണം കഴിച്ച കുണ്ടൂരിലെ സ്ഥാപനത്തിലിരുന്ന് യോഗം ചേർന്നിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും ശിഹാബ് തങ്ങളുടെയും നമ്മുടെ പ്രിയപ്പെട്ട ഹൈദർ അലി തങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിനെ പരാജയപ്പെടുത്താൻ വേണ്ടി തീരുമാനങ്ങളെടുത്ത് പത്രമിറക്കാൻ യോഗം ചേർന്നിട്ട് മുഖപത്രമിറക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ട് ആ പത്രം 15 ദിവസം കേരളത്തിൽ പുറത്തിറക്കിയതിന്റെ പിന്നിൽ സമ്പത്ത് തന്നെ സഹായിച്ചത്
ലേഖനങ്ങൾ തന്ന് സഹായിച്ചത്, അതിന് സൗകര്യങ്ങൾ തന്ന് സഹായിച്ചത്, റയീസുൽ ഉലമ എന്ന് നിങ്ങൾ ഇന്ന് വിളിക്കുന്ന അദ്ദേഹം പ്രസിഡന്റായ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ ശ്രീമാൻ കാന്തപുരം എ പി ഉസ്താദാണ്. അദ്ദേഹം തന്നെയാണ് തന്നത്, ഈ സൗകര്യങ്ങൾ തന്നത്. അങ്ങനെ സമുദായത്തിന്റെ ശത്രുവിനെ വളർത്താൻ എന്തൊക്കെ വേണമോ അതൊക്കെ നൽകാൻ അന്നെന്താ പറഞ്ഞത്? യാ എം പി എന്ന് വേറെ ആരോ വിളിച്ചിട്ടുണ്ടത്രേ, അതുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കണം, വിജയിക്കൂന്നാ പറഞ്ഞത്. അവസാന ദിവസം, തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പുറത്തിറങ്ങുന്ന പത്രത്തിലേക്ക് ഹെഡിങ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് പേജ് ഒക്കെ ചെയ്തിരിക്കുമ്പോ ഞാൻ വിളിച്ചു ചോദിച്ചു, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ എന്ന് നിങ്ങൾ വിളിക്കുന്ന എ പി ഉസ്താദിനെ വിളിച്ചു ചോദിച്ചു, ഉസ്താദെ എന്താ ഹെഡിങ് കൊടുക്കുക, എത്ര വോട്ടിനാ ജയിക്കുക? അങ്ങനെയാണല്ലോ, അദ്ദേഹത്തോട് പറയാതെ അള്ളാഹു ഒന്നും ചെയ്യൂല എന്നാ. പക്ഷെ മൂപ്പരോട് ചോദിച്ചാൽ ഗുജറാത്ത് അല്ല പറയൂല. ആ കാന്തപുരം ഉസ്താദിനോട് വിളിച്ചു ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു 72,000 വോട്ടിന് ജയിക്കുന്ന എഴുതിക്കോളി. ഞാൻ ഇങ്ങനെ കടൻകൂട്ടി പഠിച്ചോന് 70, 80 കേട്ടിട്ടുണ്ട്. ഈ 72ന്റെ കണക്കെന്താന്ന് അറിയില്ല, ഇപ്പോഴും അറിയില്ല. അദ്ദേഹം പറയുന്ന ചിലതിൽ പലതിലും കണക്കാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. അതുകൊണ്ട് തന്നെ ആ കണക്ക് എനിക്ക് തിരിഞ്ഞിട്ടില്ല. 72,000 എഴുതി, പിറ്റേന്ന് പത്രം ഇറങ്ങി. ഒരു മാസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരുന്നത്. ഒരു മാസം വരെ ശല്യമൊന്നുമില്ലായിരുന്നു. ഒരു മാസം കഴിഞ്ഞ് റിസൾട്ട് വരുന്ന രാവിലെ 10 മണിയായ 11 മണിയായപ്പോ ഫോൺ വന്നു, രണ്ടത്താണി സാഹിബ് ജയിക്കൂലേ? ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ജയിക്കാൻ സാധ്യതയുണ്ട്. ഞാനും ടി വി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിജയത്തിന്റെ ഗ്രാഫ് പൊങ്ങുന്നതോ താഴെയാണോ ഞാൻ കണ്ടു. ഞാൻ മെല്ലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ആ സിം പിന്നെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് വരെ ഞാൻ ഓണാക്കിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ 72,000ന്റെ കറാമത്തിന്റെ കഥ പറഞ്ഞത്. നിഷേധിക്കാൻ വേണ്ടി വന്നാൽ സിറാജ് ദിനപത്രത്തിൽ നിന്ന് പത്രം പ്രസിദ്ധീകരിച്ചിട്ട് കാന്തപുരത്തിന്റെ കെയർ ഓഫ് വെച്ച് അന്ന് പ്രിന്റ് ചെയ്തതിന്റെ ബില്ല് പുറത്തു കൊണ്ടുവരാൻ എനിക്ക് കഴിയും. അതിന്റെ ബാക്കിൽ എന്റെ പേരുണ്ട്. രാമന്തളിന്ന് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. അവിടുന്ന് അങ്ങനെയാണ് പേര്. സത്യത്തിൽ യഥാർത്ഥ പേര് അവിടെ ആരും പറയാറില്ല. ഈ അടുത്ത് എന്റെ തൊട്ടടുത്ത് ഞാൻ ആരും വിമർശിക്കൽ, അവരുടെ സ്വഭാവം പറയാണ്. സെയ്ദന്മാർ ഒരുപാടുണ്ടാവും. പാണക്കാട് സെയ്ദന്മാരെ നമ്മൾ കാണുന്നുണ്ട്. പാണക്കാട് തറവാട്ടിലെ പ്രിയപ്പെട്ട താരകങ്ങളെ നമ്മൾ പലപ്പോഴും അവിടുന്ന് വിളിച്ച പേരല്ലാതെ അവരുടെ പേര് മാറ്റിയിട്ട് പുതിയൊന്നും ചെയ്തിട്ടില്ല. മുന്നിലും ബാക്കിലൊക്കെ അവർക്ക് നാമകരണങ്ങൾ പലതും വന്നേക്കാം, പക്ഷെ പേര് മാറ്റിയിട്ടില്ല. ഈ അടുത്ത് എന്റെ തൊട്ടടുത്തുള്ള എന്റെ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന മാട്ടൂലി തങ്ങളുടെ പേര് ഒരു ദിവസം പത്രത്തിൽ നോക്കുമ്പോ ഹാമിദ് കോയമത്തങ്ങൾ എന്നാണ്. രാമന്തളിയിലാണ് ജനിച്ചു വളർന്നത് അദ്ദേഹം. അദ്ദേഹത്തിന് ആ പേര് വീണ്ടും മാറ്റി പഴയ പേരിലേക്ക് തിരിച്ചു പോകാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. കാരണം അദ്ദേഹത്തിന്റെ പിതാമഹന്മാരായ മഹാന്മാരുടെ പേരാണത്. ആ പേര് അദ്ദേഹം മാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ പേര് സയ്യിദ് സിയാഉൽ മുസ്തഫ എന്നായി മാറി. ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ടു. പഠിച്ചോനെ റളിയല്ലാഹു അൻഹു ചൊല്ലേണ്ടി വരും. അങ്ങനെ എ പിക്കാരങ്ങനെയാണ് പേര് മാറ്റാ. ഇവരോട് ചിലപ്പോ പോയിട്ട് ഉറുദുവിലുള്ള ഡിഗ്രിയൊക്കെ കൊടുക്കുന്ന ഒരു പേരുണ്ടല്ലോ, അതിരിയാത്ത കുറെ പേരുകൾ നീട്ടിയിട്ടിട്ട് ലയാൽ മുസ്തഫ ആരാണെന്ന് എനിക്കറിയാം, അതാരുടെ പേരാണെന്നറിയാം. ആ പേര് ഇവിടെ കൊണ്ട് ഇട്ടതിന്റെ ലക്ഷ്യം എന്താണെന്നറിയാം. ഇങ്ങനെ സമുദായത്തിന് പുതിയ കുപ്പായങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് പേരുകൾ. താജുൽ ഉലമ അത് അവർ മരണപ്പെട്ടു പോയി. സമസ്തയുടെ ഒരുപാട് നേതാക്കൾക്കെതിരെ അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങളെ എല്ലാം ഓർത്തുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, സമസ്ത പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമുള്ളത് കൊണ്ട് തന്നെ അതാണ് ഞാനിവിടെ വന്നപ്പോ പഠിച്ചത്. ഞാനിവിടെ വന്നപ്പോ പഠിച്ച സംസ്കാരം അതാണ്. അദ്ദേഹം വലിയ ഒരുപാട് ശംസുൽ ഉലമയെ പോലും പരിഹസിച്ചത് മറന്നുകൊണ്ടല്ല പറയുന്നത്. സമസ്ത പഠിപ്പിച്ച സംസ്കാരം അതായതുകൊണ്ടാണ്. അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ അദ്ദേഹത്തെ അതിൽ കൊണ്ട് കുടുക്കിയതാരാണെന്ന് എനിക്ക് നന്നായി അറിയാം. എന്റെ നാട്ടിലാണ് കല്യാണം കഴിച്ചത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കുടുക്കി. എന്നിട്ട് പിന്നെ ഉള്ളാൾ തങ്ങൾക്കൊരു ശൈലി ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒന്ന് കേട്ടാൽ അത് വിശ്വസിക്കുന്ന ആളാണ് പറയുന്നതെങ്കിൽ അയാള് എന്ത് ചെയ്താലും പ്രശ്നമില്ല, പിന്നെ അന്വേഷിക്കില്ല, അതാണ്ട് വിളിച്ചു പറയും. പക്ഷെ കാന്തപുരത്തെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ളത് പിന്നീടാണല്ലോ നമുക്കൊക്കെ മനസ്സിലായത്. ഞങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാരെ പോലും പറ്റിച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ആ മനുഷ്യനെ പറ്റിക്കാണ്ടോ പ്രയാസം? അപ്പൊ അദ്ദേഹത്തെ പറ്റിച്ചപ്പോ മൂപ്പര് തെറ്റിദ്ധരിച്ചു. ഇയാൾ പറയുന്നൊക്കെ ശരിയാണ്. അങ്ങനെ ഇയാൾ അംഗീകരിച്ചുകൊണ്ടാണ് പലതും പറഞ്ഞത്. ഇന്ന് അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ അതിന്റെ വേദന അനുഭവിക്കുന്നുണ്ട്. കാരണം എന്താ? ഉള്ളാൾ തങ്ങൾ അവിടുത്തെ ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദോഷങ്ങളെ പുറത്തു കൊടുത്തുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തെ സ്വർഗപ്രവേശിതനാക്കുമാറാവട്ടെ. നമുക്കാരും
ആരും ചീത്തയായി പോകണമെന്ന് സമസ്ത ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുമായിരുന്നെങ്കിൽ സമസ്തക്കെതിരെ പ്രവർത്തിച്ച എന്റെ പൂർവ്വകാലങ്ങളെ ഓർത്തെടുത്ത് സമസ്ത ഈ വേദിയിലേക്ക് എന്നെ കയറ്റില്ലായിരുന്നു, പോടാ പുറത്തെന്ന് പറയുമായിരുന്നു. പക്ഷേ നിങ്ങളെപ്പോലെയല്ല സമസ്ത എന്ന് തെളിയിക്കുന്നത് ഈ ഒതുക്കുങ്ങളിൽ വെച്ച് ഞാൻ തെളിവാവുകയാണ്, സാക്ഷിയാവുകയാണ്. ഞാൻ കുമ്പസരിച്ച് മാപ്പ് പറഞ്ഞ് ഒതുക്കുങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റയീസുല്ലമെന്ന് നിങ്ങൾ വിളിക്കുന്ന ഈ സുലൈമാൻ ഉസ്താദിന്റെ മുന്നിൽ പോയി പൊട്ടിക്കറിഞ്ഞിട്ടും കാന്തപുരത്തിന്റെ അരമനക്ക് മുന്നിൽ പോയി തൊഴുതിരുന്നിട്ടും പൊന്മളയുടെ വീട്ടിന്റെ മുന്നിൽ പോയിരുന്നിട്ടും പേരോടിന്റെ കുറ്റ്യാടിയിലേക്ക് സിയാറത്ത് നടത്തിയിട്ടും ആ പാവത്തെ ഇപ്പോഴും നിങ്ങൾ പുറത്തിരുത്തിയിട്ടല്ലേ കൂട്ടുകാരെ ഉള്ളത്? പൊറുക്കാൻ കഴിയാത്തവർ, മറക്കാൻ കഴിയാത്തവർ, രാഷ്ട്രീയ പ്രവർത്തകരെ പോലും നാണിപ്പിക്കുന്ന ആദർശബോധമില്ലാത്ത, ജീവിത വിശുദ്ധിയുമില്ലാത്തവരാണ് നിങ്ങളെന്ന് ആ പാവ ഹസനി നൗഷാദിന്റെ ജീവിതത്തിൽ നിന്ന് തെളിയുന്നുണ്ടെന്ന്. ഞാനും നൗഷാദും കൈപിടിച്ച് നടന്ന നാടാണിത്. ഇവിടെ ഒരുപാട് നടന്നിട്ടുണ്ട് ഞങ്ങള്. പക്ഷെ പാപം നൗഷാദ് പലപ്പോഴും കഷ്ടപ്പെട്ട് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു നോക്കുകയാണ് ചിലപ്പോഴൊക്കെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, സുലൈമാൻ ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, സുന്നത്ത് ജമാഅത്തിനെ തകർക്കുന്ന ചിലത് പലതും പറഞ്ഞുണ്ടാക്കുന്ന ചിലർക്ക് അവരിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ആമീൻ പറഞ്ഞിരിക്കുന്ന പാവപ്പെട്ടവർക്കറിയുമോ ഇത് വിളിച്ചു പറയുന്നത് പൊന്മളയെ കുറിച്ചാണ്, ഇത് പറയുന്നത് പേരോടിനെ കുറിച്ചാണ്. എല്ലാ സ്ഥലത്തും അതാ പരിപാടി. മൂപ്പര് പോയിട്ട് പേരോടിന് 2 തട്ട്, പൊന്മളക്കൊരു 3-4 കൊടുക്കും. എന്നിട്ട് പാവപ്പെട്ട സമസ്തന്റെ പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മൂപ്പര് പറയും ശംസുല്ലുലമ മഹാനാണ്, കാന്തപുരസ്താവ് മഹാനാണ്. ഇല്ല ഇല്ല, ഒരിക്കലും അത് സംഭവിക്കില്ല. ശംസുല്ലുലമ മഹാനാണ് എന്ന് കാന്തപുരം പറഞ്ഞാൽ പ്രശ്നമില്ല, കാരണം ശംസുലുലമ മഹാനാന്നുള്ളതിന്റെ അവസാനത്തെ തെളിവാത്. പക്ഷേ കാന്തപുരം മഹാനാണെന്ന് ശംസുല്ലുലമ പറഞ്ഞിട്ടില്ല. ശംസുല്ലുലമ പറഞ്ഞതെന്താ? ശംസുല്ലുലമ മഹാനാണെന്ന് കാന്തപുരം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ശംസുല്ലുലമ പറയുന്നത് പിഴക്കില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ശംസുലുലമ എന്താ പറഞ്ഞത്? ശംസുല്ലുലമ പറഞ്ഞത് ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ശംസുലുലമ പറഞ്ഞതാണ്. ഇദ്ദേഹത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? മുനാഫിക്കുകളുടെ നേതാവാന്നാ പറഞ്ഞത്. സംശയം വരുമോന്ന് തോന്നിയപ്പോ ശംസുലുലമ വീണ്ടും പറഞ്ഞു, നിങ്ങൾ അവിടെ നിർത്തണ്ട, കേട്ടോളി ബാക്കി. അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സലൂലിനെ പോലെയാണെന്ന് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ മഹാനാണെന്ന് പറയുന്ന ശംസുലുലമ പറഞ്ഞതാ. അതുകൊണ്ട് തന്നെ നൗഷാദ് ഹസനി പ്രിയപ്പെട്ട കൂട്ടുകാരാ, അങ്ങനെ ഒന്നിച്ച് കൂട്ടി വായിച്ചാൽ സാലി സഖാഫി പറഞ്ഞതുപോലെ എന്തും വിഴുങ്ങുന്ന കഴുതകളല്ല സമസ്തയുടെ പ്രവർത്തകർ എന്ന ബോധം നിങ്ങൾക്കുണ്ടാവുന്നത് നല്ലത്. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സമസ്തയുടെ പ്രവർത്തകർ കാന്തപുരം ഗ്രൂപ്പിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാക്കാൻ ആദർശപരമായി തന്നെ കണ്ട കാരണങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ആദർശപരമായി അവരെ സത്യത്തിന്റെ പാതയിലേക്ക്, തറവാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആ ശ്രമങ്ങളെ മുതലെടുത്ത് തങ്ങളുടെ കൂട്ടാമെന്ന് പ്രിയപ്പെട്ട നൗഷാദ് ഹസനി കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. കേരളത്തെ മനസ്സിലാക്കാൻ നൗഷാദിന് കഴിയാത്തതുകൊണ്ടാണ് മുതലക്കുളത്തേക്ക് ഞാൻ പോകുമ്പോ എന്റെ കൂടെ വരാൻ നൗഷാദ് ഹസനിക്ക് സാധിക്കാതെ പോയത് എന്ന് ഞാൻ വ്യക്തമായി ബോധ്യമുള്ള ആളാണ്. കേരളത്തിന്റെ പുതിയ സാഹചര്യത്തെയും പഴയകാലത്തെയും കേരള മുസ്ലിം സമുദായത്തിന്റെ ഉത്തുംഗതയുടെ ഉന്നതിയിലെത്തിച്ച ആദർശ പരമോന്നതിയെയും കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ട നൗഷാദിന് അത് ബോധ്യപ്പെടാതെ പോകുന്നത്. സുലൈമാൻ ഉസ്താദ് പഠിപ്പിച്ചത് ഒരുപക്ഷെ ബൈഹാട്ടാക്കി വെച്ചിട്ട് അത് അവതരിപ്പിക്കാൻ നൗഷാദ് ഹസനിക്ക് കഴിയുമായിരിക്കാം. പക്ഷേ അത് അവതരിപ്പിക്കുമ്പോ അത് എവിടെയാണ്, എങ്ങനെയാണ്, ആർക്കാണ് നൽകുന്നതെന്നറിയാത്ത തിരിച്ചറിവിലേക്ക് ആ പാവപ്പെട്ട സുഹൃത്ത് എത്തിപ്പെട്ടതിന്റെ കാരണവും കൂടി ഞാനിവിടെ പറയൽ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിലൊക്കെ മൂപ്പര് ആദർശം മുന്നേറ്റം എന്നാ പറഞ്ഞത്. മൂപ്പരുടെ മുന്നേറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഹമീദ് ഫൈസി പോലും അന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് ആദർശപരമായി പ്രസംഗിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്, കേരളത്തിൽ ജനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, സമസ്തയാണ് അതിന്റെ യഥാർത്ഥ പാത എന്ന് പോലും കെട്ടിപ്പിടിച്ചു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരുടെ മുന്നിൽ നിന്ന്. എന്നിട്ട് മൂപ്പര് പോയിട്ട് പറഞ്ഞു രാമന്തളിയാണ് എന്നെ പറ്റിച്ചത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ വലിപ്പം. ഈ നൗഷാദാസിന്റെ തലച്ചോറ് എടുത്തുകൊണ്ട് പോയിട്ട് ഇറച്ചിക്കടയിൽ വിറ്റിട്ട് പകരം എന്റെ തലച്ചോറ് അവിടെ കൊണ്ടുവെക്കാൻ മാത്രം ഞാൻ വിദഗ്ധനാണെങ്കിൽ ഏതായാലും ന്യൂട്ടനെക്കാളും ബുദ്ധി എനിക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തൊരു കറ്റാണ്. ഇപ്പൊ അങ്ങനെയാണ് പുതിയ പുതിയ ആളുകൾ പറയാണ് രാമന്തലി എന്നെ കൊണ്ട് പറയിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ സ്വന്തം വാപ്പാനെ കുറിച്ച് മോശമായി പറയിച്ചാൽ നിങ്ങൾ പറയുമെന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം?
അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇത്തരം സംസ്കാരമില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾ നിലനിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ കാരണം തന്നെയാണ്, അടിസ്ഥാനം പിഴച്ചതിന്റെ കാരണം തന്നെ. എന്നിട്ടിപ്പോ അദ്ദേഹം പറഞ്ഞു കിടക്കാണ്, ഓരോ സ്ഥലത്തും ഇങ്ങനെ പ്രസംഗം നടത്തും, എന്നിട്ടിങ്ങനെ സുന്നി പറയുന്നു എന്ന് ബോധ്യപ്പെടുത്തും വിധത്തിൽ കുറെ കാര്യങ്ങൾ പറയും. ഇടയിൽ പൊന്മുളക്ക് നന്നായിക്കോട്ടും പേരോടിന് കൊടുക്കും, എന്നിട്ട് പറയും AP ഉസ്താദ് നല്ലതാ. നിങ്ങൾ ചിന്തിച്ചു, അങ്ങനെ ഒരു ലോകം ഉണ്ടാവുമോ? പൊന്മളയും പേരോടും മോശമായിട്ട് AP നന്നാവുക എന്നത് ഇന്നത്തെ കേരളീയ സാഹചര്യത്തിൽ ഉണ്ടാകുമോ? പൊന്മളക്കും പേരോടിനും പ്രവർത്തിക്കാനും പറയാനും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കൊടുത്ത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞയക്കുന്ന കാന്തപുരം ഉസ്താദ് നല്ലയാളായിട്ട് എങ്ങനെയാ ഇവർ പിഴക്കുന്നത്? എന്റെ വാദം അനുസരിച്ച് പൊന്മളിയും പേരോടും നന്നായാലും ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടാത്തരങ്ങൾക്ക് ജനങ്ങളെയോ നേതാക്കളെയോ പ്രാപ്തരാക്കുന്നത് നിങ്ങളുടെ ഉസ്താദ് എന്ന് നിങ്ങൾ പറയുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. എന്നിട്ട് അദ്ദേഹത്തെ നന്നാക്കി പറയാം. അതിന്റെ പിന്നിലെ പ്രേരക ഏതാണ്? ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള, ഈ നാട്ടിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ വരാറുള്ള കേരളത്തിലെ വലിയ സൂഫി എന്നവർ തന്നെ ഇപ്പോൾ പരിചയപ്പെടുന്ന, പ്രതിപക്ഷ ബഹുമാനത്തോടെ തന്നെ പറയട്ടെ, ബഹുമാനപ്പെട്ട ഹാഫിൾ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. നൗഷാദ് ഹസൻ ഈ അടുത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ട് മുടി പ്രദർശനം നടക്കുമെന്ന് പറഞ്ഞപ്പോ എനിക്ക് നൗഷാദ് ഹസനി അദ്ദേഹത്തിന്റെ തനിരൂപം വ്യക്തമാക്കാൻ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അയാളൊരു മെസ്സേജ് അയച്ചു, ഷഹർ മുബാറക്ക് പരീക്ഷണത്തിന് വെക്കരുത്, ആക്കിബത്ത് സൂക്ഷിച്ചോളൂ. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്, എപ്പോഴേ ജാലിയവാലിന്റെ മുടി ഷഹർ മുബാറക്കായത്? ഇത്രയും കാലം നൗഷാദ് ഹസനിയും ഞാനും കൂടി നടത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ജിഷാൻ മാഹിക്കൊപ്പം ചേർന്ന് ഞങ്ങൾ നടത്തിയ പ്രവർത്തനം, അതിന്റെ അവസാനത്തിൽ ഓരോ ഘട്ടങ്ങളും നിങ്ങൾ അറിഞ്ഞതാണ്, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. അവസാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ അതിന്റെ കീഴ്ഘടകമായി പ്രവർത്തിക്കുന്ന SKSSFന്റെ സ്റ്റേറ്റ് സെക്രട്ടറി അബ്ദുൽ സത്താർ പന്തല്ലൂരിന്റെ കയ്യിലേക്ക് കൊണ്ടുപോയി ജിഷാൻ മാഹിയുടെ CD കൊടുത്തത് ഞാൻ തന്നെയാണെന്ന് ഇവിടെ തുറന്നു പറയട്ടെ. ഒതുക്കുകയിൽ നിന്ന് തന്നെ തുറന്നു പറയാൻ എനിക്ക് സന്തോഷമുണ്ടത്. റയീസുൽ ഉലമ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനെ ബഹുമാനിക്കുന്ന നാടായി നിങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന പ്രദേശമല്ലേ. ഇടയിൽ പറയാണ് 17-ാം തീയതി പരിപാടി, വലിയ പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് അത് വിജയിപ്പിക്കാൻ നിങ്ങളൊക്കെ വരണം. ഇടയിൽ സൂചിപ്പിക്കുകയാണ് ഹസനിമാരോട്, ആനക്കര കോയക്കുട്ടി ഉസ്താദിന്റെ നാട്ടിൽ പോയി സുലൈമാൻ മുസ്ലിയാർക്ക്, ആ നാട്ടുകാർ സുലൈമാൻ മുസ്ലിയാരെ പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്താൻ തന്റെ ഇടമുള്ളവരുണ്ടോ എന്ന് വെല്ലുവിളിക്കുകയാണ് ഞാനിടയിൽ. ഇത് സുലൈമാൻ മൗലിയാരുടെ നാട്ടിലെ അദ്ദേഹത്തെ അംഗീകരിക്കാത്ത സമസ്തയുടെ പ്രസിഡന്റിനെ അംഗീകരിക്കുന്നവരാണ് കോയക്കുട്ടി ഉസ്താദിന് സ്വീകരണം നൽകുന്നത്. തിരിച്ച് ഇതുപോലെ ഒന്ന് നടത്താൻ ഇവിടുന്ന് പോയിട്ട് അവിടെ നടത്തണ്ട. അത് നിങ്ങൾ കർണാടക ജാത്ര നടത്തിയിരുന്നു, അതുപോലെ വേണ്ട. കന്നഡ ഭാഷയിൽ ജാത്ര എന്ന് പറഞ്ഞാൽ ഉത്സവം എന്നാണ് അർത്ഥം. കർണാടക ജാത്ര നടത്തിയതുപോലെ നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് അവിടെ നടത്തണ്ട. അവിടെ നടത്താൻ പറ്റുന്ന, നടത്തിയാൽ ആ നാട്ടുകാരായ 100 പേരെ തികക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമുക്ക് പ്രസിഡന്റിനെ തീരുമാനിക്കാം. നിങ്ങൾ പറഞ്ഞ ആൾ വേണം പ്രസിഡന്റ് ആക്കി തരാം. 100 പേര് ആ നാട്ടുകാരെ തികക്കാൻ ആ നാട്ടിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതിന്റെ വെല്ലുവിളിയാ. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നപ്പോ ആനക്കരയിൽ എത്ര ആളുണ്ട് എന്നുള്ളത് എനിക്കറിയാം. നാട്ടി ഉസ്താദ് പണ്ട് പറഞ്ഞതുപോലെ അവിടെയൊക്കെ കാണാം പല സ്ഥലത്തും പോസ്റ്റർ. അതെങ്ങനെയാണ് ഒരു നാട്ടിൽ ഇറങ്ങി വന്ന ഓട്ടോറിക്ഷ ഓടിക്കളിക്കുന്നത് കാണാം. അത് കണ്ടാൽ നമുക്ക് തോന്നി ഈ നാട് മുഴുവൻ ഓട്ടോറിക്ഷയാണ്. ആകെ 4 ഓട്ടോറിക്ഷ ഉണ്ടാവുള്ളൂ, അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും. അതന്നെയാണ് ഈ നാട്ടിലെന്ന് പറയട്ടെ, ഈ നാട്ടിൽ ഇവിടെ പറയാൻ പോലും കഴിയില്ല നിങ്ങൾക്കങ്ങനെ, ഇവിടെ പോലും കഴിയില്ല, അത്രയുള്ളൂ എന്നർത്ഥം. അങ്ങനെ നൗഷാദ് ഹസനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, പഴയകാലത്തെ സുഹൃത്ത്, ഇപ്പൊ ആവശ്യപ്പെടുന്നത് ആ മുടി ഒറിജിനലാണ് എന്നാണ്. അതെന്തിനാ പറയുന്നത് എനിക്കറിയാം, അതെന്തിനാ പറയുന്നതെന്നറിയാം. അപ്പൊ അദ്ദേഹം അന്ന് ജിഷാൻ മാഹിയുടെ CD ഈ പറയപ്പെട്ട ഹാഫിൾ ഉസ്താദ് എന്ന വ്യക്തിയുടെ ലാപ്ടോപ്പിൽ ഇരുന്ന് ഞാനും അതുപോലെ അദ്ദേഹത്തിന്റെ എഡിറ്ററും ഞങ്ങളൊക്കെ കൂടിയിരുന്നു, നൗഷാദ് ഹസനിയൊക്കെ കൂടിയിരുന്നു. എന്നിട്ട് ഞങ്ങൾ എഡിറ്റ് ചെയ്തുണ്ടാക്കിയ CD യാണ് SKSSFന് ഞങ്ങൾ കൈമാറിയത്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറയുന്ന നൗഷാദ് ഹസനി പറയുന്ന മുടി അത് ഷഹർ മുബാറക്കാണെങ്കിൽ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ജിഷാൻ മാഹിയുടെ CD കണ്ടിട്ട് 10,000-കണക്കിന് ആളുകൾ നിങ്ങളുടെ പക്ഷത്ത് നിന്ന് സമസ്തയിലേക്കോ അല്ലെങ്കിൽ നിഷ്പക്ഷരോ ആയി മാറിയിട്ടുണ്ട്. അത് ഷഹർ മുബാറക്കല്ലെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പറയൂ നിങ്ങൾ മറുപടി. നിങ്ങൾ ഷെയ്ഖായി കാണുന്ന ഈ ഹാഫിൾ ഉസ്താദും നിങ്ങളും നിങ്ങളുടെ വാദമനുസരിച്ച് തിരുനബിയുടെ തിരുമുടിയെ പരിഹസിച്ചവരല്ലേ? പറയൂ മറുപടി.
നിങ്ങളുടെ വാദം അനുസരിച്ച തിരുമുടിയാണെങ്കിൽ അതിനെതിരെ കേസറ്റ് എഡിറ്റ് ചെയ്തുണ്ടാക്കിയിട്ട് ജനങ്ങളെ മുഴുവനായി മാറുക നിങ്ങളോട് പറയേണ്ടിയില്ലല്ലോ. ഇനി നിഷേധിക്കുവോ? നിങ്ങൾ അങ്ങനെയാണ് സാധാരണ എന്ത് പറഞ്ഞാലും ഇവർ വെല്ലുവിളിക്കും. മടവൂര് വന്ന് സത്യം ചെയ്യുമോ എന്ന് ചോദിക്കും. എന്നാൽ ഞാൻ മടവൂര് മാത്രമല്ല, നിങ്ങളെ കുണ്ടൂരും വരാം, കുണ്ടൂരും വരാം, മടവൂരും വരാം, ഓക്കെ ഉസ്താദിന്റെ അടുത്തും വരാം. എന്നിട്ട് നമുക്ക് സത്യം ചെയ്യാൻ തയ്യാറുണ്ടോ? നൗഷാദ് ഹസനും ഹാഫിലും കൂടി ഉണ്ടാക്കിയ അവരും ഞാനും ഞങ്ങളിൽ നിന്നുണ്ടാക്കിയതല്ല ആ സിഡിയുടെ പ്രവർത്തനങ്ങളെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയോ ഇല്ലേ? പറയൂ നിങ്ങള്. എന്നിട്ട് നിങ്ങൾ ഏപ്പിക്കാരെ കൂടെ ഇങ്ങനെ ഒട്ടി നിന്നിട്ട് ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണേ പടച്ചോനെ, ഷാർ മുബാറക്കിന് ബർക്കത്ത് കൊടുക്കണേ, മർക്കസിലെ ഷാർ മുബാറക്കിന് എന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ ചെയ്യുന്നത് കാപട്യാണ്. ഞാൻ ചോദിക്കട്ടെ, മലപ്പുറത്തെ സുന്നി മഹലിൽ വെച്ച് നിങ്ങൾ നടത്തിയ പ്രസംഗത്തെ നിങ്ങൾ പലതും പറഞ്ഞു. ആരും പറയാത്ത, നൗഷാദ് പറയാത്തൊരു പുതിയ കഥ ചോദിക്കട്ടെ. അതിനിടയിൽ പറയാണ് ഇവിടത്തേക്ക് ഇങ്ങനെ ആളുകൾ ഒഴുകുകയാണ് സംസ്ഥയിലേക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയ ഒരാളെ പേര് പറഞ്ഞിരിങ്ങൾ. ഒരാളുണ്ടായിരുന്നു അബ്ദുസ്സമദ് അൻവരി, ഞങ്ങളെ കൂടെ പോത്താൻ. പടച്ചോന്റെ തൊഫീഖ് കൊണ്ട് ഉസ്താദ് പണ്ട് ഏതോ ഒരു മുഖാമുഖത്തിലെങ്ങാനും പറഞ്ഞിട്ടുണ്ട്, ഒരു പഞ്ചായത്തിലുള്ള ഒരു പ്രവർത്തകനാണ്, കമ്മിറ്റി മെമ്പറല്ല, ആദർശ വിഷയത്തിൽ സംശയം ചോദിക്കാനൊക്കെ വരാറുണ്ടായിരുന്നു എന്ന് ഹമീദ് ഫൈസി പറഞ്ഞതായി എനിക്ക് ഓർമ്മയുണ്ട്. ആ സമദ് അൻവരി AP വിഭാഗത്തിലേക്ക് വന്നു എന്നാ പറയാനുള്ളത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കേൾക്കണോ, മൂപ്പരവിടെ വന്നോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ വന്നാളെ പോലെ മനസ്സിലായില്ലേ? ആ സമദ് അൻവരിയാണ് മർക്കസിൻ നമ്മുടെ പ്രിയപ്പെട്ട സുന്നി മഹലിൽ വെച്ച് റെക്കോർഡിംഗ് നടക്കുന്നതിന് മുമ്പ് രാത്രി നൗഷാദ് ഹസനിയും എന്നെയും കൂട്ടിക്കൊണ്ടുപോയി മലപ്പുറം ശുഹദാക്കളുടെ മഖ്ബറയിൽ വെച്ച് സിയാറത്ത് ചെയ്തിട്ടാ തുടങ്ങിയത്. സിയാറത്ത് ഏതായാലും റിഹേഴ്സൽ ആവില്ലല്ലോ. മൂപ്പര് ബാക്കിയൊക്കെ റിഹേഴ്സലായിരുന്നു എന്ന് പറഞ്ഞ് വാദപ്രതിവാദത്തിന്റെ അവസാനം ഒരു ദുആ ഉണ്ട്, പടച്ചോനെ ഈ സമസ്തയിൽ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തണേ. ദുആ റിഹേഴ്സൽ ഉണ്ടാവുമോ? പരിഹാസ്യനാവുന്നതിനൊരു അതിരുണ്ട് ഉസ്താദേ. പരിഹാസ്യത വല്ലാതെ നിങ്ങൾ ഒന്നുമല്ലാതാക്കി മാറ്റിയിട്ടുണ്ട്. ലോകത്ത് ഇതുപോലെ ആദ്യം പ്രസംഗിച്ചു, മറുപടി പറഞ്ഞു, പിന്നെയും പ്രസംഗിച്ചു, മറുപടി പറഞ്ഞു, അങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നൊരു വ്യക്തിയെ നിങ്ങൾ മാത്രമേ കാണുള്ളൂ. ഒരുപക്ഷെ തെറ്റിദ്ധരിച്ച് പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യും. ഞാനൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. ഞാൻ 25 കൊല്ലങ്ങൾ കൂടെ ഉണ്ടായില്ലേ. പക്ഷെ അത് തെറ്റാന്ന് ബോധ്യപ്പെട്ട ഞാൻ വിളിച്ചു പറഞ്ഞു. പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം അത് മനുഷ്യരിലെ അത്യാവശ്യം വേണ്ട ഒരു സാധനമുള്ളവർക്ക് ഒരിക്കലും യോജിച്ചതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട നൗഷാദ് ഹസനി, നിങ്ങൾ പറഞ്ഞ വാചകങ്ങൾ ഞങ്ങളുടെ ചെവിയിൽ നിന്ന് പോയിട്ടില്ല. ആ പള്ളി ഉയരുവോ? ഇല്ല എന്ന് പറഞ്ഞ ചിരിച്ചുകൊണ്ടുള്ള വാചകങ്ങളെ ഞങ്ങൾ മറന്നിട്ടില്ല. ഇപ്പൊ സാധുവിന്റെ കഷ്ടകാലാണ്. നമ്മൾ സാധാരണ AP വിഭാഗം മൊത്തം കഷ്ടത്തിലാ. ക്ലോക്ക് നന്നാക്കുന്നവന്റെ കടയിൽ കയറിയ അവസ്ഥ ഇപ്പോൾ ഉള്ളത്. അവിടെ കയറി നോക്കിയാൽ കാണും, നമ്മൾ 12 മണിക്കായിരിക്കും ഉച്ചയ്ക്ക് കയറിയിട്ടുണ്ടാവുക. ഒരു ക്ലോക്കിൽ ഉണ്ടാവും 7:30 മണി പൊന്മള. വേറെ അപ്പുറത്തേക്ക് നോക്കിയാൽ കാണാം 9:45 പേരോട്. പിന്നെ ഒരു ക്ലോക്കിലെ ഒരു സൂചി ഇങ്ങനെ ചെരിഞ്ഞ് വളഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടാവും, അത് നമ്മളെ പത്തപ്പിരിയം സക്കാഫി. പിന്നെ ഒരു സാധനം പൊന്തിക്കുന്നുണ്ടാവും, നമ്മളെ വഹാബ് സക്കാഫി. വേറൊരു സാധനം പൊട്ടി വീണിട്ടുണ്ടാവും, നൗഷാദ് ഹസനി. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. പാവങ്ങളുടെ അവസ്ഥ. എന്തിനാ മനുഷ്യന്മാരെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? തൗബ ചെയ്തിട്ട് പോന്നൂടെ? സൈനുൽ ഉസ്താദ് ഓക്കെ ഉസ്താദ് കിടക്കുന്ന ഈ മസാറിൽ പോയി അവിടുത്തോട് പറഞ്ഞിട്ട് പോന്നേക്ക്. സൈനുൽ ഈ പറയപ്പെട്ട ഓക്കെ ഉസ്താദിന്റെ അടുത്ത് വന്ന് AP അബൂബക്കർ മുസ്ലിയാർ എന്ന ഉസ്താദിന്റെ ശിഷ്യന് പിഴച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഇന്നും നിങ്ങൾക്കൊപ്പം ജീവിക്കുന്ന പ്രബോധകരായ നേതാക്കളെന്ന് പരിചയപ്പെടുത്തുന്ന നിങ്ങളുടെ പ്രധാനികളെ എനിക്കറിയാം. എന്നിട്ട് നിങ്ങൾ APന്റെ ആളാണോ അല്ലേ എന്നൊക്കെ പറയാൻ പോയാൽ മതി. ഓക്കെ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് നേരിട്ട് പറഞ്ഞതാ ആളുകളെ എനിക്കറിയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഇത് തിരിച്ചുവരവനുള്ള സമയം നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരുപക്ഷെ നിങ്ങളെ വിശ്വസിക്കാൻ കുറച്ച് സമയമെടുത്തെന്ന് വരും, അത് പ്രശ്നമാക്കണ്ട. എന്നാലും ആഖിറം രക്ഷപ്പെടൂലേ? ദുന്യാവ് കിട്ടൂല്ലോ. ഇപ്പൊ എന്താ പരിപാടി? മുന്നേറ്റം എന്നുള്ള പേരിൽ പിന്നോട്ട് പോവാണ്. എങ്ങനെയാ പോവാ? ആലപ്പുഴയിൽ ഒരു പരിപാടി നടന്നു അത്രേ. അതിൽ പങ്കെടുത്ത ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങളൊക്കെ ഒരു ബസ് വിളിച്ചിട്ടാ പോയത്. പഴയ മുജാഹിദിന്റെ അവസ്ഥ. ഒരു ബസ് വിളിച്ച് കുറെ ആളുകൾ അങ്ങോട്ട് കയറ്റിവിടും. അവർ പോയിട്ട് നൗഷാദ് ഹസനി സ്റ്റേജിൽ കയറിയാൽ മറ്റൊരു മുന്നിലുണ്ടാവും. ഏകദേശം ഒരു 5-8 സ്ഥലത്തെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. ഉള്ളവരൊക്കെ എല്ലാ വേദിയിലും ഒരേ സംഭവം തന്നെയാണ്.
അപ്പൊ ഇങ്ങനെ ആളുകൾ ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു ശ്രമം എന്തിനാ ഇങ്ങനെ ഉണ്ടാക്കുന്നത്? സമുദായത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ ഈ സമുദായത്തിന്റെ ശക്തിയെ വീണ്ടും വീണ്ടും ക്ഷയിപ്പിക്കാൻ, ഫിർഖത്തിന്റെ അഹ്ലുകാരിൽപ്പെടാൻ എന്തിനെയാ ശരി പോകുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങൾക്ക് തിരിച്ചു വരാം, സത്യത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വരാം, സമുദായം നൽകുന്ന ശാദ്വലമായ തീരത്തേക്ക് കടന്നു വരാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, AP അബൂബക്കർ മുസ്ലിയാരുടെ സംഘടനയിൽ പ്രവർത്തിച്ച ഒരു കാലഘട്ടത്തിൽ സമുദായത്തിന്റെ ശത്രുവിനോടൊപ്പം ചേർന്ന ഒരുപാട് നമ്മളറിയാതെ ചേർന്നുപോയ നിമിഷങ്ങളുണ്ടായിരുന്നു. റമളാൻ 27 രാവിലെ ഒരു അനുഭവം എനിക്ക് ഓർമ്മ വരികയാണ്. റമളാൻ 27 എല്ലാവരും റാഹത്തായിട്ട് പള്ളികളിൽ നമുക്ക് വേണ്ടപ്പെട്ട ഇബാദത്തിന് അനുയോജ്യമായ കേന്ദ്രങ്ങളിൽ ഒതുങ്ങിക്കൂടുമ്പോ ഞങ്ങൾ പലരും പോയിരുന്നത് അവിടത്തേക്കാണ്, മലപ്പുറത്തേക്കാണ്. ഞങ്ങൾ അവിടെ പോയിട്ട് പലരും അങ്ങനെ എല്ലാവരും ഒരു കൊല്ലായിട്ട് കാണാത്തവരൊക്കെ കാണുന്ന ദിവസം അന്ന് രാത്രിയാ. അർവാഹുകളല്ല മനുഷ്യന്മാരെ, എല്ലാവരെയും കൈപിടിക്കാൻ പറ്റുന്ന സ്ഥലം. അങ്ങനെ നടക്കും. 27 രാവോടെ കഴിയും. ഏകദേശം ഒരു 12 മണിയാവാറായാൽ ഉടനെ നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വരും. ഖലീൽ തങ്ങൾ വന്നിട്ട് പറയും, നമുക്കിനി പ്രതിജ്ഞയാണ്. എന്നിട്ട് തങ്ങൾ പ്രതിജ്ഞ, ഇത് സ്കൂളിൽ നിന്ന് രാവിലെയും വൈകുന്നേരം നമ്മൾ ദിവസം കേൾക്കുന്ന 27 രാവിലെ എന്തിനാ ഉസ്താദേ ഇത്, ഇതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയും, നിങ്ങളാരും ഭീകരരല്ല, ഭീകരർക്കെതിരെ ഞങ്ങൾ ഒന്നിക്കുന്നു. 27 രാവിലെ എന്ത് ഭീകരത? ആരോടാണ് നിങ്ങൾ സലാം അടിച്ച് ഭീകരത പറയുന്നത്? അറിയാത്തോണ്ട് ചോദിക്കാണ്. ആ ദിവസത്തെ പവിത്രമായ നിമിഷങ്ങൾക്ക് അത്രയേറെ പ്രാധാന്യങ്ങൾ പറയപ്പെടുന്ന നിമിഷത്തിൽ ഞങ്ങൾ ഭീകരരല്ല, ഭീകരതക്കെതിരല്ല, ഭീകരർക്കെതിരാണ് ഞങ്ങൾ, രാജ്യത്തിന് സ്നേഹിക്കുന്നവരാണെന്ന് വിളിച്ചു പറഞ്ഞിട്ട് സ്നേഹമില്ലാത്തവർ വിളിച്ചു പറയും പോലെ വിളിച്ചു പറയേണ്ട ആവശ്യം എന്താ? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഉണ്ടോന്നറിയില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷിലാ അതിന്റെ ട്രാൻസ്ലേഷൻ. ചോദിക്കുന്നു ഞാൻ, 27 രാവിലെ ഇറങ്ങി വരുന്ന മലക്കുകളിൽ മലയാളം തിരിയാത്ത ഇംഗ്ലീഷ് അറിയുന്ന മലക്കുകളുണ്ട് എന്നുള്ള വാദം കൊണ്ടാണോ നിങ്ങളത് പറയുന്നത്? പറയണം പ്രിയപ്പെട്ടവരെ. അല്ല, ആ 1 മണിക്കൂർ നേരമാണ് ഏതെങ്കിലും ഒരു ചാനൽ ഓരോ വർഷവും ലൈവ് കൊടുക്കും. ആ 1 മണിക്കൂർ നേരത്തെ ചാനൽ ലൈവിലൂടെ ഈ ഇംഗ്ലീഷ് പ്രതിജ്ഞ ലോകം കേൾക്കും. അറിയണം ഞങ്ങൾക്ക്, ഏത് രാജ്യത്തിരുന്ന് സമുദായത്തെ പിളർത്താൻ അച്ചാരം തന്നവർ ആണ് ഈ ഇംഗ്ലീഷ് കേൾക്കുന്നതെന്ന് പറയാൻ നിങ്ങൾ സമുദായത്തോട് ബാധ്യസ്ഥരാണ്. 27 രാവിന്റെ അന്ന് ഇംഗ്ലീഷിൽ കേൾക്കുന്ന രാജ്യം ഏതാണെന്ന് പറഞ്ഞു തരണം. കാരണം എന്താ ഇത് പറയാൻ? ഈ അടുത്ത് നിങ്ങൾ പ്രവാചകരുടെ തിരുമുടി കിട്ടി, കോട്ട് കിട്ടി, ഖാലിദ് തങ്ങളുടെ കോട്ട് കിട്ടി. ആ കോട്ടിന്റെ ചിത്രം ഇങ്ങനെ കണ്ടപ്പോ എന്റെ ഭാര്യ പഴയ പാരമ്പര്യ AP കുടുംബമായിരുന്നു. പക്ഷെ മുടി കിട്ടിയതിനോട് അവളൊക്കെ സന്തോഷത്തിലായി. കാരണം ആ മുടി ജാലിയവാല ഈ കോഴിക്കോട് എയർപോർട്ടിൽ വന്നിട്ട്, ഞാൻ അന്ന് കുന്നുംപുറത്താണ് താമസിക്കുന്നത്, നേരെ എന്റെ വീട്ടിൽ വന്ന് എന്റെ മകന്റെ കയ്യിലേക്ക് കെട്ടങ്ങോട്ട് കൊടുത്തു. എന്താണെന്നറിയില്ല, മൂപ്പര കറാമത്താണെന്ന് വേണം പറയാം. കറാമത്ത് എന്ന അർത്ഥം മറ്റൊരർത്ഥത്തിൽ കൂട്ടിയാൽ മതി. മൂപ്പര് കൈ കൊടുത്ത മുതൽ എന്റെ ഭാര്യ, മകള്, മകന് 3 പേർക്ക് പനി പിടിച്ചു. അവസാനം കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മകൻ ഏൽപ്പിച്ചൊരു വണ്ടിയിൽ എന്റെ ഭാര്യ വീട്ടിലേക്ക് ഈ സാധുക്കളെ അവർ പറഞ്ഞയക്കേണ്ടി വന്നു. എനിക്ക് ബോംബെയിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ് ഷേഖിന്റെ കൂടെ. അങ്ങനെ പോകുന്നൊരവസ്ഥ. പിന്നീട് അത് സൂക്ഷിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാം ബോധ്യപ്പെട്ടു. അപ്പൊ ഈ കോട്ടിങ്ങനെ ഞാൻ എന്റെ ഭാര്യക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവള് പറഞ്ഞു, ഇത് പണ്ടേ ഖാലിദ് തങ്ങൾ മൂപ്പർക്ക് വേണ്ടി അടിച്ചു വെച്ച പോലെ ഉണ്ടല്ലോ, കറക്റ്റ് ഫിറ്റിംഗ് ആണല്ലോ. കറക്റ്റ് ഫിറ്റിംഗ് ആണ്. AP അബൂബക്കർ മുസ്ലിയാരും ഖാലിദ് തങ്ങളും ഒരുപോലെ ആയിരുന്നു എന്ന് വരുത്താൻ പറ്റുന്ന രൂപത്തിൽ കറക്റ്റ് ഫിറ്റ് ചെയ്തൊരു കോട്ട്. എന്നിട്ട് പറയാ ഇത്. പക്ഷെ അത് ഒറ്റ പ്രാവശ്യം മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മൂപ്പര് അതിനെക്കുറിച്ചൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. കാരണം എന്താ? ഇപ്പുറത്ത് ഹമീദ് വൈസി ഉണ്ട്. ഹമീദ് വൈസിക്ക് പിന്നെ ഇത് കേട്ടാൽ സമാധാനം വരില്ല. എങ്ങനെയായാലും അടിസ്ഥാനം കണ്ടെത്തുകയുള്ളൂ. കാരണം അത് കണ്ടെത്തുന്നതുകൊണ്ട് സമുദായത്തിനും ഗുണമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സാക്ഷീകരണമാണ് അതിനും ഞാൻ. കാരണം ഹമീദ് ഫൈസി പണ്ട് പത്രസമ്മേളനം നടത്തിയിട്ട് വിസിറ്റിംഗ് കാർഡ് എടുത്ത് കാണിച്ച് അഡ്രസ്സ് വായിച്ചില്ലായിരുന്നെങ്കിൽ ബോംബെയിലേക്ക് ഞാനും നൌഷാദ് ഒത്തുമായിരുന്നില്ല. ഞങ്ങൾ 2 പേരും ബോംബെയിലെത്തിയത് ഹമീദ് ഫൈസി കാണിച്ചു തന്ന അഡ്രസ്സിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും ഏറെ നന്ദിയുള്ളത് അദ്ദേഹത്തോടാണ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറുള്ളത്. അല്ലാഹ് ഈ ദീനിന് വേണ്ടി ദീർഘകാലം സേവനം ചെയ്യാനുള്ള തൗഫീക്ക് അദ്ദേഹത്തിന് നൽകണേ റബ്ബേ. സമുദായത്തിന്റെ ശത്രുവിനെ തിരിച്ചറിയാൻ അല്ലാഹു അദ്ദേഹത്തിന് കഴിവേറ്റി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ ഈ സമുദായത്തിന്റെ ശത്രുക്കളുടെ കഥ പറഞ്ഞു തന്ന അദ്ദേഹത്തെ പോലെയുള്ളവരാണ്. അത് പേടിയുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലം പറഞ്ഞാൽ
ഇപ്പൊ ഗൂഗിൾ മാപ്പൊക്കെ ഉള്ളല്ലേ. AP അബൂബക്കർ മുസ്ലിയാര് അമേരിക്കയിലൊരു സ്ഥലം പറഞ്ഞാലും ഉടനെ തിരയും, ഗൂഗിൾ മാപ്പ് തിരയും, തിരഞ്ഞ അപ്പൊ കിട്ടുമെല്ലാം. ഇപ്പൊ മൂപ്പര് പുതിയ കളവ് പറഞ്ഞില്ലേ? എന്താ ഈ അടുത്ത് പറഞ്ഞത്? ഇപ്പൊ ഈ അടുത്ത് പറഞ്ഞു, ജിദ്ദയിൽ വെച്ചൊരു പത്രസമ്മേളനം നടത്തി. കുറച്ചു മുമ്പാണ് ജിദ്ദയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, പുതിയൊരു സംഭവം ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. എന്താ അതിന്റെ പേര്? നോളജ് സിറ്റി. എന്നിട്ട് അതിന്റെ അറബിയും പറഞ്ഞു മൂപ്പര്, മർക്കസുൽ മദീനത്തുൽ മാരിഫ്. പടച്ചോനെ, മാരിഫത്തുള്ളവരൊക്കെ മജ്ദൂബിങ്ങളാവോ ഇല്ലേ എന്നുള്ളത് നാളെ അവിടെ പോയി ചോദിച്ചോളൂ, റയീസുൽ ഉലമയോട് ചോദിച്ചോളൂ. എനിക്കതിനെക്കുറിച്ച് പറയാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഏൽപ്പിച്ചത്. നിങ്ങൾ ചോദിച്ചോളൂ അവിടെ പോയിട്ട്, ബാക്കി പിന്നെ തിരിയും. എന്താ അതിന്റെ അർത്ഥം എന്നുള്ളത് നിങ്ങൾ കേൾക്കുമ്പോൾ തിരിയും. അതാണ് നോളജ് സിറ്റി എന്ന് ജിദ്ദയിൽ നിന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞു. ഉസ്താദ് എന്ന് പറയുമ്പോൾ AP-ക്കാർക്ക് ഇപ്പൊ ഭയങ്കര വിഷമം. ഞാൻ ഉസ്താദ് എന്ന് പറഞ്ഞാൽ അവർ പറയും അത് കളിയാക്കാണ്. ഞാൻ കളിയാക്കല്ലോ, ഞാൻ പ്രതിപക്ഷ ബഹുമാനത്തോട് പറയാം. അവരങ്ങനെയാ പറയാറുള്ളത്. ഉസ്താദ് എന്ന് വിളിക്കുന്നത് ഗൾഫിലൊക്കെ വേറെ അർത്ഥത്തിലാണ്, ആ അർത്ഥത്തിലാണ് വിളിക്കുന്നത്. ഞാൻ അങ്ങനെ അല്ലട്ടോ, ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല. നിങ്ങൾക്ക് ആ അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ അതിനെ എതിർക്കുന്നില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, ഇവരുടെ സിറാജ് ദിനപത്രത്തിൽ അവരൊരു പരസ്യം കൊടുത്തു. എന്താ? ഷഹർ മുബാറക് മസ്ജിദിനോട് ചേർന്ന് ബഹുജന പങ്കാളിത്തത്തോടെ പുതുതായി രൂപം കൊള്ളുന്ന ടൗൺഷിപ്പ്, അതിലേക്ക് ഷെയറുകൾ സ്വീകരിക്കുന്നു, നോളജ് സിറ്റി എന്ന് പറഞ്ഞ് അതിന്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ട് സിറാജിൽ ഇവർ പരസ്യം കൊടുത്തു, മാപ്കോയുടെ പേരിൽ. തീർന്നില്ല. അദ്ദേഹം ഗൾഫിലിരുന്ന് ജിദ്ദയിലിരുന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഇന്തോ സാരസൻ ശൈലിയിൽ നിർമ്മിക്കുന്ന പള്ളിയുടെ മധ്യഭാഗത്തെ ഉയരം കൂടിയ താഴികക്കുടത്തിന്റെ, ബാബരി മസ്ജിദിനെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ, ഇതൊരു പള്ളി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു ആരോ ഒരാൾ. ഇല്ല എന്ന് അയാൾ തന്നെ പറഞ്ഞു. ഉണ്ടാകുമെന്ന് പിന്നെ പറഞ്ഞു, പിന്നെ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു, ഉണ്ടെന്ന് വീണ്ടും പറയുന്ന നമുക്കറിയാത്തൊരു പള്ളി. ഇവർ ആസാറെന്നോ ആറാളെന്നോ ഏതു പേരിലായാലും അങ്ങനെ വിളിക്കുന്ന ആ പള്ളിയെക്കുറിച്ച് ഇയാൾ പറഞ്ഞു, ഇന്തോ സാരസൻ ശൈലിയിൽ നിർമ്മിക്കുന്ന പള്ളിയുടെ മധ്യഭാഗത്തെ ഏത് തെരുകേശം സൂക്ഷിക്കുക. ആരാ പറഞ്ഞത്? ബഹുമാനപ്പെട്ട കാന്തപുരം. എപ്പോഴാ? സിറാജ് ദിനപത്രം 2011 ഫെബ്രുവരി 13 ഞായറാഴ്ച. എന്നിട്ട് പോരാ, ഉസ്താദിന്റെ മുത്തുമണി പോലെയുള്ള മൊഴിമുത്തുകൾ കേട്ടോളൂ. അതേ സിറാജിൽ അതേ ദിവസം ഉസ്താദിന്റെ പ്രസ്താവനന്റെ ഭാഗമാണ്, ബഹുജന പങ്കാളിത്തത്തോടെ ഷഹർ മുബാറക് മസ്ജിദ് നിർമ്മാണത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കാനും പുണ്യം കരസ്ഥമാക്കാനും പൊതുജനത്തിന് അവസരമൊരുക്കുകയാണ് മർക്കസ് തീരുമാനം. എന്തപ്പോ പറഞ്ഞത്? ഷഹർ മുബാറക് പള്ളി ഉണ്ടാക്കുന്നത് നോളജ് സിറ്റിയിലാണെന്ന് തൊട്ടുമേലെ പരസ്യം കൊടുത്തു. നോളജ് സിറ്റി, ഷഹർ മുബാറക്കിനോട് ചേർന്നുള്ള ടൗൺഷിപ്പിന് പറയുന്ന പേര് നോളജ് സിറ്റി. സിറാജ് തന്നെ. അവിടെയുള്ളത് എന്തൊക്കെയാണ്? അവിടുന്ന് ബർക്കത്തെടുക്കാന്നാ പറഞ്ഞത്, പൊതുജനത്തിന് ബർക്കത്ത് കിട്ടുമെന്നാ പറഞ്ഞത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, കാന്തപുരം AP ഉസ്താദിന്റെ ശിഷ്യന്മാരെ, അഹ്സനിമാരെ, കാന്തപുരത്തിന് ഇന്നും ശക്തമായ ആത്മീയമായ നേതൃത്വമാണ് കാന്തപുരം എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട അഹ്സനി കോളേജിലെ ഇഹ്യാ സുന്നയിലെ അഹ്സനിമാരെ, വിദ്യാർത്ഥികളെ, കടന്നു വരാൻ നിങ്ങൾക്ക് ഇവിടേക്ക്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കില്ല. കടന്നു വന്ന് എന്റെ കയ്യിലുള്ള പേപ്പർ വാങ്ങാം. പുണ്യം കരസ്ഥമാക്കാൻ പറ്റുന്ന പേപ്പറുമായിട്ടാണ് ഞാൻ വന്നത്. ഏതാ ഈ പേപ്പർ? മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഡിപ്പാർട്ട്മെന്റ് ഇൻഡസ്ട്രി ആൻഡ് പോളിസി പ്രൊമോഷൻ എന്ന പേരിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് കൊടുക്കുന്ന സുപ്രഭാതത്തിൽ നമ്മൾ വായിച്ചതിന്റെ ഒറിജിനലിൽ നിന്ന് ഫോട്ടോ കോപ്പിയാണ് ഈ കിടക്കുന്നത്. സിറാജ് പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട സിറാജ് ദിനപത്രം ഒക്കെ ബഹുമാനം കുട്ടിയിലെ മോശമാണ്, അതുകൊണ്ട് പറഞ്ഞ. സിറാജ് ദിനപത്രം എന്താ പറഞ്ഞത്? സിറാജ് പറഞ്ഞത് അങ്ങനെയില്ല, സുപ്രഭാതം പറഞ്ഞത് കളവാണെന്നല്ലേ. സിറാജ് പറയുന്നതാണോ കളവ്? സുപ്രഭാതത്തിന്റെ പൊൻപുലരി പോലെ ഉയർന്നു വരുന്ന സത്യത്തിന്റെ പ്രതീകങ്ങളാണോ എന്ന് തിരിച്ചറിയാനാണ് ഞാൻ വിളിക്കുന്നത്. ഇതെന്റെ ബെഡ്റൂമിൽ ഇരുന്നല്ല ഞാൻ വിളിക്കുന്നത്, ഒതുക്കുങ്ങലിലെ റയീസുൽ ഉലമ എന്ന് നിങ്ങൾ വിളിക്കുന്ന പ്രിയപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ പ്രവർത്തന ഗോതയുള്ള കേന്ദ്രത്തിലാണ് ഞാൻ വിളിക്കുന്നത്. സമസ്ത എന്ന സംഘടന, പ്രിയപ്പെട്ട സുലൈമാൻ ഉസ്താദെ, നിങ്ങളുടേതാണെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ വാദത്തിന് അംഗീകരിച്ചാൽ പച്ചക്കള്ളം പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ തെളിവുകളെയാണ് എന്റെ കയ്യിലേക്ക് ഞാൻ പിടിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സുലൈമാൻ ഉസ്താദെ, ഇത് നോക്കിക്കോളൂ.
കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമർപ്പിച്ച രേഖയുടെ സർവ്വതുണ്ട് ഇതില്. നിങ്ങളെ മർക്കസ് എവിടെയാ? എവിടെയുള്ളത്? ഞാൻ പഠിച്ച കേന്ദ്രമാണ് മർക്കസ് ഉള്ളത് കുന്നമംഗലത്താണ്. കുന്നമംഗലത്ത് എവിടെ? കാരന്തൂരിന്റെയും കുന്നമംഗലത്തിന്റെയും ഇടയിൽ തേക്കിൻചൂട് എന്ന സ്ഥലത്തിന്റെ പേര് നിങ്ങൾ മർക്കസ് നഗർ എന്നാക്കിയതാണ്. പക്ഷെ അത് തേക്കിൻചൂട് തന്നെയാണ് ഇപ്പോഴും. അവിടെയാണ് മർക്കസ് ഉള്ളത്. അവിടുന്ന് തൊട്ടിപ്പുറത്ത് ഒരു വേണ്ടറുണ്ട്. എന്താ വേണ്ടർ എന്ന് പറഞ്ഞാരാ? നമ്മുടെ സ്റ്റാമ്പ് പേപ്പറുകൾ സപ്ലൈ ചെയ്യുന്ന, ആധാരങ്ങളും മറ്റും എഴുതി കൊടുക്കാനും പേപ്പറുകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന മുരളീധരൻ AP എന്ന പേരിൽ. അദ്ദേഹം AP ആണ്. ഇയാൾ AP അല്ല, മൂപ്പര് ഇനീഷ്യലാണ്. AP മുരളീധരൻ. അയാള് കുന്നമംഗലത്തുകാരനാണ്. അയാളുടെ അടുത്ത് നിന്ന് 26/10/2006 മർക്കസ് ജനറൽ സെക്രട്ടറി എന്ന പേരിൽ, കോഴിക്കോട് മർക്കസ് സഖാവത്ത് സുന്നി എന്ന പേരിൽ നിങ്ങൾ വാങ്ങിച്ച രേഖയാണിത്, സ്റ്റാമ്പ് പേപ്പറാണിത്. ആ പേപ്പറിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അഫിഡവിറ്റ് നൽകിയിരിക്കുന്നു. ആർക്കാ നൽകിയത്? ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് വേണ്ടിയാ നൽകിയത്. ആര് മുഖേനയാണ് നൽകിയത്? നിങ്ങൾ നൽകിയിരിക്കുന്നത് മഞ്ചേരിയിലെ മർക്കസ് സഖാവത്ത് സുന്നിയക്ക് വേണ്ടിയാ നൽകിയത്. ദാ കേട്ടോളൂ. അബൂബക്കർ മൗലവി ആലങ്ങാട് പോയി. എന്നിട്ട് ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ്, സൺ ഓഫ് മൗത്താരി അഹമ്മദ് ഹാജി, ഏജ്ഡ് 67 years, റെസിഡന്റ് അറ്റ് സ്വലാഹ്, കാന്തപുരം, ദേശം ഉണ്ണിക്കുളം അംശം, കൊയിലാണ്ടി താലൂക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നിട്ട് പറയാണ് ഗ്ലോബൽ സ്റ്റുഡൻസ് വില്ലേജ് പൂനൂർ ഉണ്ണിക്കുളം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് റൺ ബൈ മർക്കസ് സഖാവത്ത് സുന്നിയ സുന്നി കൾച്ചറൽ സെന്റർ, കാരന്തൂർ PO, കുന്നമംഗലം, കോഴിക്കോട് ഡിസ്ട്രിക്ട്, കേരള. രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ദ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 134/82, represented by its general secretary above said Mr. Abubakar Maulavi Alangapoil at the rate Abubakar Musliya അബൂബക്കർ ബിൻ അഹമ്മദ് കാന്തപുരം ഡുഹബലി എന്ന് പറഞ്ഞിട്ട് PPA സൈർ എന്ന പേരിലുള്ള അഡ്വക്കേറ്റിന്റെ കയ്യിൽ അദ്ദേഹം മുഖേന ഞാനിതാ വീണ്ടും വിളിക്കുന്നു വെല്ലുവിളി. സിറാജിലൂടെ നിഷേധിച്ച കാന്തപുരത്തിന്റെ അനുയായികളോട് പ്രിയപ്പെട്ട സുലൈമാൻ ഉസ്താദിനോട് ചോദിക്കട്ടെ, മതപാണ്ഡിത്യം ആത്മീയതയും വിശുദ്ധിയും സത്യസാക്ഷ്യവുമാണെന്ന് തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ട സുലൈമാൻ ഉസ്താദെ, പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ നിങ്ങളുടെ നേതാക്കളെയും പത്രത്തിന്റെയും കോപ്പി മറുപക്ഷത്ത് വെച്ചിട്ട് യാഥാർത്ഥ്യത്തിന്റെ കോപ്പി കയ്യിൽ പിടിച്ച് ചോദിക്കുന്നു, നിങ്ങളുടെ ജനറൽ സെക്രട്ടറി, നിങ്ങൾ പ്രസിഡന്റായ സംഘടന, അതിന്റെ ജനറൽ സെക്രട്ടറി AP അബൂബക്കർ മുസ്ലിയാർ നൽകിയിരിക്കുന്ന അപേക്ഷ ആറ് മുഖേനയാണ് കൊടുത്തത്? മിസ്റ്റർ PPA സൈർ അഡ്വക്കേറ്റ്, ട്രേഡ് ഇമ്പേഷിയോ, ചെങ്ങര, ഇരുവേറ്റി PO, അരീക്കോട് വൈ, മലപ്പുറം ഡിസ്ട്രിക്ട്, കേരള 673639 to act as my agent for appear before registered of trademark എന്ന പേരിൽ നിങ്ങൾ നൽകിയ അപേക്ഷ. ഈ അപേക്ഷയുടെ അവസാനത്തിൽ PPA സൈറിന്റെ ഓഫീസ് പറയുന്നു, ചെങ്ങര ഓഫീസ് പറയുന്നുണ്ട്, അതുപോലെ ഡേറ്റ് പറയുന്നുണ്ട്, ട്രേഡ് മാർക്ക് പാസ്സായി കിട്ടിയിട്ടുണ്ട്. എന്താ നിങ്ങൾ കൊടുത്ത അപേക്ഷയിലുള്ളത്? നിങ്ങൾ മർക്കസ് സഖാവത്ത് സുന്നിയുടെ വേർഡ് മാർക്കായിട്ട് മർക്കസ് നോളജ് സിറ്റിയാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്. നിങ്ങൾ ആവശ്യപ്പെട്ടതിൽ നിങ്ങളുടെ പ്രോപ്പറേറ്ററായി നിങ്ങൾ കൊടുത്തത് മർക്കസ് സഖാവത്ത് സുന്നിയാണ്. പ്രിയപ്പെട്ട സുലൈമാൻ ഉസ്താദേ, മർക്കസ് നൽകിയതിനെ കുറിച്ചാണ് പറയുന്നത്. മാണിയുടെ പേരിൽ ബീവറേജസിന്റെയും കള്ള് ഷോപ്പിന്റെയും ബാറിന്റെയും പേരിൽ ആരോപണങ്ങൾ ഉയർന്നപ്പോ ലേഖനങ്ങൾ എഴുതിയ സിറാജ് ദിനപത്രത്തിന്റെ പ്രതിനിധി എഴുതു ലേഖനം, കാന്തപുരത്തെ കുറിച്ച് പുതിയ ആരോപണം വന്നിട്ടുണ്ട്, മറുപടി എഴുതാൻ അല്ലെങ്കിൽ കാന്തപുരത്തെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ ധർമ്മപക്ഷത്ത് നിന്ന് പത്രപ്രവർത്തനം നടത്തുന്നവർക്ക് ബാധ്യതയുണ്ട്. എഴുതിക്കോളൂ. ഈ അപേക്ഷ ഇതിന്റെ റെപ്രസെന്റേറ്റീവായിട്ടും പ്രൊപ്പറേറ്ററായിട്ടും അടയാളപ്പെടുത്തിയത് മർക്കസ് സഖാവത്ത് സുന്നിയാണ്, ജനറൽ സെക്രട്ടറി കാന്തപുരത്തെയാണ്. എന്നിട്ടിതാ അപേക്ഷ തീർന്നോ? ഇല്ല. അപേക്ഷ ഇങ്ങനെ കൊടുത്തിട്ട് അവിടെ പറയാണ് എന്താണ് TM അപ്ലൈഡ് ഫോർ മർക്കസ് നോളജ് സിറ്റി എന്ന് പറഞ്ഞു. രണ്ടാമത് പ്രൊപ്പറേറ്റർ നെയിം എന്താ? മർക്കസ് സഖാവത്ത് സുന്നിയ. എത്ര രജിസ്ട്രേഷൻ കൊടുത്ത നമ്പർ എത്രയാ? 1148-235.
മർക്കസ് സഖാഫത്ത് സുന്നിയ സൊസൈറ്റി കാരന്തൂർ, കുന്നമംഗലം, കോഴിക്കോട്, എന്നിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞു വരികയാണ്. എന്നിട്ട് ഇതിന് അപേക്ഷ കൊടുത്തപ്പോ എന്തിനു വേണ്ടി അപേക്ഷ കൊടുത്തത്? ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുലൈമാൻ ഉസ്താദേ, നിങ്ങൾ ഫത്വയിൽ മുയിനെ കുറിച്ചല്ല, റിയാദ് സാലിഹിനെ കുറിച്ചല്ല, സ്വഹീഹ് മുസ്ലിമിനെ കുറിച്ചല്ല, മറ്റുള്ള കിതാബുകളെ കുറിച്ചല്ല, മറ്റു ഗ്രന്ഥങ്ങളെ കുറിച്ചല്ല, തഫ്സീറുകളെ കുറിച്ചല്ല, തസവൂഫിന്റെ ഗ്രന്ഥങ്ങളെ കുറിച്ചല്ല നിങ്ങളെ കാന്തപുരം അപേക്ഷ കൊടുത്തത്. എന്തിനാ അപേക്ഷ കൊടുത്തത്? എന്തിനായിരുന്നു അപേക്ഷ കൊടുത്തത്? അപേക്ഷ കൊടുത്തത് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ കീഴിൽ, നോളജ് സിറ്റിക്ക് കീഴിൽ എന്തു കൊണ്ടുവരാനാ? മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്. എന്തേ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ? പഴയകാലത്തെ പ്രായമുള്ള ഉസ്താദുമാർക്ക് പോലും ഈ ഇംഗ്ലീഷിന് മലയാളം പറയേണ്ട ആവശ്യമില്ല. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ദഫ്താണോ? അല്ല. പറയണം, ഉസ്താദുമാര് പറയണം. പകരാശനി സ്വപ്നം കാണാറില്ല എന്ന് പറഞ്ഞു നേരത്തെ ഹമീദ് ഫൈസി. പക്ഷെ സ്വപ്നം നിർത്തിയിട്ട് മൂപ്പരിപ്പ് എഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഒരു പുസ്തകം ഇറങ്ങി മിനിയാന്ന്. ബഹുമാനപ്പെട്ട ആ പുസ്തകം 3ാമത്തെ 4ാമത്തെ കോപ്പി അള്ളാന്റെ തോഫിക്കുണ്ട് എന്റെ കയ്യിലാട്ടിയത്. അത് വിളിച്ചു പറഞ്ഞത് ഉമരി ഉസ്താദാണ്. സന്തോഷമുണ്ട്. ആ പുസ്തകത്തിൽ വളരെ നന്നായിട്ടുണ്ട്. നിങ്ങളെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അതിൽ പറയുന്നുണ്ട്. എല്ലാം ഉണ്ടായില്ലേ? അത് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു പല സ്ഥലത്തും വായിക്കാനുണ്ട്. ഇവിടെ അത് വായിക്കുന്നില്ല. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിന് വേണ്ടിയാണ് തുടങ്ങിയത്. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പറയുമ്പോൾ എന്റെ ഓൺലൈൻ സുഹൃത്തുക്കൾ ലൈവില്ലേ, KCR-ലൂടെ ലൈവ് കേൾക്കുന്ന ആയിരക്കണക്കായ ആളുകൾ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലുണ്ട്. നമ്മൾ ആ കൊച്ചു ഡാഷ് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന മൊബൈൽ കൊണ്ടു നടക്കുന്നവരാണ്. മൊബൈലിൽ ഇപ്പോഴും KCR ഡൗൺലോഡ് ചെയ്യാത്തവരാ. നമ്മൾ പലതും ചെയ്യാറുണ്ട്. KCR മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ടൊരു 3000 രൂപ കൊടുത്തിട്ടൊരു മൊബൈൽ വാങ്ങുക, വീട്ടിൽ വെച്ചു കൊടുക്കുക. കുടുംബക്കാർ കേൾക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, കോഴിക്കോട്ട് ഉസ്താദിന്റെ പുത്രൻ നൂർ ഫൈസി ഉസ്താദിനെ പോലെയുള്ളവർ ഫിഖ് ക്ലാസ് എടുക്കുന്നത്, തജ്വീദ് ക്ലാസുകള്, ആദർശ സമ്മേളനങ്ങള്, അതുപോലെ പലതും പഠിക്കാൻ നമുക്ക് വേദിയുണ്ട്. KCR-ലൂടെ 24 മണിക്കൂറും കേൾക്കാം. ഒരു നല്ല മൊബൈൽ വാങ്ങിയിട്ട് KCR ഡൗൺലോഡ് ചെയ്തിട്ട് വീട്ടിൽ വെച്ചു കൊടുക്കുക. ഒരു മൊബൈൽ നമ്മളെ കയ്യിലും വെക്കുക. എന്നിട്ട് നമ്മുടെ ഒഴിവ് സമയങ്ങളിലെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ഉപാധിയാണത്. അത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ഹാഖിനെ പോലെയുള്ള അതുപോലെയുള്ള ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളും പ്രവർത്തകരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അവരുടെ ഇരുലോക ജീവിതത്തിലും ബർക്കത്ത് നൽകുമാറാവട്ടെ. അനുഗ്രഹങ്ങൾ അള്ളാഹു വാരിക്കോരി നൽകുമാറാവട്ടെ. ഒരു വേദനയില്ലാതെ സേവനം ചെയ്യുന്ന പ്രവർത്തകരാണവർ. അങ്ങനെ ഇതിൽ പറയുന്ന എന്താ? മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്. രണ്ടാമത് എന്താണ് പറയുന്നത്? ബാങ്കിങ്. എന്തേ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ? പിന്നൊന്ന് പറയുന്നത് റേഡിയോ, ടെലിവിഷൻ ആൻഡ് വീഡിയോ എന്റർടൈൻമെന്റ് ഫിലിംസ്. എന്തേ ഫിലിംസ് എന്ന് പറഞ്ഞാൽ? അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. സുലൈമാൻ ഉസ്താദെ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടെയുള്ള ഇംഗ്ലീഷ് അറിയുന്ന ഏതെങ്കിലും ഉസ്താദുമാർ പറഞ്ഞു തരും ഉസ്താദെ. അത് എന്ത് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ? ദിക്റഹൽക്കാണോ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്? ടെലിവിഷൻ ചാനലുകളിലും മറ്റും വരുന്നത് പോലെയുള്ള വൃത്തികെട്ട സിനിമകളടക്കം എല്ലാം നിർമ്മിക്കാനുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനാണ് ട്രേഡ് മാർക്ക് നിങ്ങൾ കൊടുത്തത്. ഇപ്പൊ എന്ത് ചെയ്യാണ് ഇവര് പറയുന്നത്? ഇവരുടെ പുതിയ വാദം എന്താ? ഞങ്ങൾ ഉദ്ദേശിച്ചത് ഉസ്താദുമാരുടെ CD ആണ്. പണ്ട് എന്നെ CD കച്ചവടക്കാരെന്ന് വിളിച്ചവര് ഇപ്പൊ അതിൽ ട്രേഡ് മാർക്ക് എടുക്കാൻ പോവാണ്. ഏത് ഞാൻ കച്ചവടം ചെയ്ത് പേടിച്ചിട്ടായിരിക്കാം. CD ആണത്രേ. എന്നാൽ അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സിനിമ തന്നെയാണ്. കാരണം എന്താ? തൊട്ടു മേലെ നിങ്ങൾ പറയുന്നുണ്ട് CDs ആൻഡ് DVDs. CDs ആൻഡ് DVDs എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളെ നേതാക്കളെ വയൽ തന്നെ ആയിരിക്കാം. അത് കേൾക്കാതിരിക്കേണ്ടത് സമുദായത്തിന്റെ ആവശ്യം തന്നെയാണ്. അതൊന്ന്. രണ്ടാമത് നിങ്ങൾ ഫിലിം പറഞ്ഞു, ശേഷം നിങ്ങൾ പറഞ്ഞു ടെലിവിഷനെ കുറിച്ച് പറഞ്ഞു. പിന്നൊന്നെന്താ? കൺസേർട്സ്. എന്തേ കൺസേർട്സിന്റെ അർത്ഥം? കൺസേർട്സ് എന്ന് പറഞ്ഞാൽ അർദ്ധനഗ്നകളുടെ ഡാൻസിങ്ങുകളും മറ്റും ചേർന്ന അനാവശ്യങ്ങളുടെ സംഗമത്തെയാണ് കൺസേർട്സ് എന്ന് പറയാറുള്ളത്. ചോദിക്കട്ടെ ഉസ്താദെ, ഇതിന്റെ പ്രസിഡന്റാണോ റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദെ? ഭവ്യതയോട് ചോദിക്കാൻ. ഇത് പരിഹാസമല്ല, ഇത് തെളിവുകളെ മുന്നിൽ വെച്ചുള്ള ചോദ്യമാണ്. എന്തേ കൺസേർട്സ്? അവർക്ക് തിരിവില്ലല്ലോ. നിങ്ങൾ പ്രസിഡന്റ് ല്ലേ ഏതെങ്കിലും ഒരു സംഘടനയുടെ? ഒന്ന് പറഞ്ഞു തന്നാൽ മതി. അത് എപ്പോഴാ ഹലാലാവുന്നെന്ന് പറഞ്ഞു തരണം. ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാന്തപുരത്തിന്റെ പ്രസ്താവന എന്താ? നോളജ് സിറ്റിക്കെതിരെ പറയുന്നവർ സമുദായത്തിന്റെ ശത്രുക്കൾ. ഏതേ സമുദായം? ചെച്ചിനിയൻ സമുദായമാണോ? അത് റെഡിയാവാൻ സാധ്യതയുണ്ട്. കാരണം ചെച്ചിനിയിലെ ചട്ടി ഇവിടേക്ക് കൊണ്ടുവന്ന ചെച്ചിനിയിലെ റമദാൻ ഖദ്രോവ് ഡാൻസിങ്ങിന്റെ ആളാണ്.
കൺസേർട്സിന്റെ ആളാണ്. അപ്പൊ അയാളുടെ പ്രവർത്തനം പോലെയുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ പറയുന്നവർ മതത്തിന്റെ ശത്രുവാണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ മതമല്ല ഞങ്ങളുടെ മതം. കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിച്ച മതമാണ് ഞങ്ങളുടേത്. ഷംസുൽ ഉലമ പഠിപ്പിച്ച മതമാണ് ഞങ്ങളുടേത്. പ്രിയപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പഠിപ്പിച്ച മതമാണ് ഞങ്ങളുടേത്. കുത്തുബുസ്സമാൻ മൗലദ്ദബീലെ മമ്പറും തങ്ങൾ പഠിപ്പിച്ച സംസ്കാരമാണ് ഞങ്ങളുടേത്. ഓക്കെ ഉസ്താദ് സൈനുൽ ഉലമക്ക് പഠിപ്പിച്ചു കൊടുത്ത മതമാണ് ഞങ്ങളുടേത്. ചെച്ചിനിയിലെ രാജാവ് പഠിപ്പിച്ചതോ ലോകത്തെ സുഖശീതളിമയിൽ കഴിയുന്ന രാജാക്കന്മാർ പഠിപ്പിച്ച സംസ്കാരമല്ല ഞങ്ങൾ പഠിച്ചതും അറിഞ്ഞതും. അതുകൊണ്ട് പ്രിയപ്പെട്ട AP വിഭാഗത്തിന്റെ പ്രവർത്തകരോടാണ് ഞാൻ പറയുന്നത്, ഈ സാധനം കയ്യിൽ വെച്ചിട്ടാ പറയുന്നത്. നിങ്ങളുടെ സിറാജ് ദിനപത്രം പറഞ്ഞത് പച്ചപ്പൊള്ളാണ്, പച്ചപ്പൊള്ള്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എவ்விதം കളവ് പറയുമോ അவ்விதം സിറാജും കളവ് പറയുന്നു, അതുപോലെ കളവ് പറയുന്നു. എന്റെ ഉസ്താദ് കളവ് പറയുമെന്ന് പറഞ്ഞതിന്റെ കാരണം ഞാൻ തന്നെയാണ്. എനിക്കറിയാം, എന്നെ 26 കൊല്ലം അറിയുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പല സ്ഥലത്തും പോയി ചോദിച്ചു, രാമൻ തൊടിയോ അതാരാ, എനിക്കറിയില്ലല്ലോ. ഇങ്ങനെ പറയുന്നൊരു മനുഷ്യനെ ഞാൻ ലോകത്ത് ആദ്യമായിട്ട് കാണാം. രാഷ്ട്രീയ നേതാക്കൾ പോലും പറയാറുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ശത്രുപക്ഷത്ത് പോയാൽ പോലും അവനെ എനിക്കറിയാം, ഞാൻ പുറത്താക്കിയതാന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ യോജിപ്പില്ല. മാണി എന്താ പറഞ്ഞത് ജോർജിനെ കുറിച്ച്? എനിക്ക് അയാളോട് വ്യക്തിപരമായ ഒരു വിരോധമില്ല, അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നെ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഒന്നിച്ചുള്ളതിന്റെ തെളിവുകൾ എത്ര വേണം കൂട്ടുകാരെ, എത്ര വേണം SSF-കാരാ? അതുകൊണ്ട് SSF-ന്റെ പ്രവർത്തകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ നേതാക്കൾ ഈ സമുദായത്തിനെതിരെ ചെയ്തുകൊണ്ടുന്ന പ്രവർത്തനങ്ങളുടെ കഥ ഒരുപാട് പറയാനുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട, ഞാൻ നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പൊന്മൾ ഉസ്താദിന്റെ നാട്ടിന്റെ അടുത്താണ്. എന്റെ പ്രിയപ്പെട്ട പൊന്മൾ ഉസ്താദെ 1990 1-ാം മാസം 11-ാം തീയതി മലപ്പുറത്തെ മാളിയേക്കൽ ടൂറിസ്റ്റ് ഹോമിൽ നിങ്ങളൊരു 18 പേർ യോഗം ചേർന്നിരുന്നു. എന്തിനാ യോഗം ചേർന്നത് പറയൂ? എനിക്കൊക്കെ വഴി കാണിച്ചെന്നത് പ്രിയപ്പെട്ട പൊന്മൾ ഉസ്താദാണ്. അതുകൊണ്ട് എനിക്ക് ഇവരോട് ഭയങ്കര ബഹുമാനാ. മാളിയേക്കൽ ടൂറിസ്റ്റ് ഹോം മലപ്പുറത്തിന്റെ ചാരത്തിരുന്ന ഞാൻ പറയുന്നത്. മലപ്പുറത്ത് യോഗം ചേർന്നതിന്റെ കോപ്പിയുടെ ഒറിജിനൽ ഇന്നും എന്റെ കയ്യിലുണ്ട്. ഒറിജിനൽ ഉണ്ട് എന്നാ ഞാൻ പറയുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. അതിൽ ഒപ്പിട്ടിരിക്കുന്ന 2ാമത്തെ ഒപ്പ് ഷേഖുന ഇപ്പോഴത്തെ ഏറ്റവും വലിയ മുഫ്തിയായി ഇവരൊക്കെ വിളിച്ചു പറയുന്ന പൊന്മൾ ഉസ്താദാ, പൊന്മളയാണ്. ഈ പൊന്മള 2ാമത് ഒപ്പിട്ടിട്ട് AP വിഭാഗം മുഷാവറക്ക് കൊടുത്ത കത്ത്. ആ കത്തിൽ എന്താ ഉള്ളത്? ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സ്ഥാനമാനങ്ങളിൽ നിന്ന് വിലക്കിയിട്ട് മൂപ്പരെ ഔദ്യോഗിക സ്ഥാനമാനങ്ങളിൽ നിന്ന് പുറത്താക്കണമെന്ന് 990 ഗ്രൂപ്പായി പിരിഞ്ഞ് കുവൈത്ത് കരാറും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴതാണ്. ഞങ്ങളെ മാതൃക, പൂർവ്വ മാതൃക അദ്ദേഹമാണ്. നിഷേധിക്കാൻ പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് സാധിക്കുമെങ്കിൽ ഇവിടെ വന്ന് നിഷേധിക്കട്ടെ. വേണ്ട, അദ്ദേഹം ഓതറൈസ് ചെയ്ത ഏതെങ്കിലും ശിഷ്യന്മാർ നിഷേധിക്കട്ടെ. കത്തുമായി ഞാൻ ഇവിടെ വരും. അതാ പറഞ്ഞത്, വിത്ത് എവിഡൻസ് സംസാരിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ ഒരു തെളിവും മുന്നിൽ കൊണ്ടുവരാൻ കഴിയാത്തവരാണ് ഇവർ ഇങ്ങനെ പറഞ്ഞേക്കും. കുടുങ്ങുന്ന അവസരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ചു നടക്കുന്നത് പോലെ വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചു നടന്നവരാണ്. ഇപ്പോ മുഖാമുഖം അങ്ങനെ തന്നെയാ. മുഖാമുഖത്തിന് ചെന്നാൽ നിബന്ധന ഉടലിന്റെ മേൽപോട്ടുള്ള ചോദ്യം ചോദിക്കരുതാണ്. കഴുത്തിന്റെ മേൽപോട്ടേക്ക് ചോദ്യം ചോദിക്കരുത്. കാരണം എന്തേ? ചോദ്യകർത്താവ് തലയിൽ കൈ വെച്ചിട്ടാണ് വരുന്നതെങ്കിൽ ഉടനെ ആക്ഷൻ വരും. മൈക്ക് കൊടുക്കരുതേ, മുടിയാണ് സാധ്യത ചോദ്യം. ആ നിലയിലേക്കെത്തി. എന്തിന് നിങ്ങൾ ഭയപ്പെടണം? നിങ്ങളുടെ കയ്യിലുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറ് മുബാറക്കാണെങ്കിൽ അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഖാലിദ് തങ്ങൾ യുദ്ധം ചെയ്തതുപോലെ ഞങ്ങൾക്കെതിരെ പൊരുതിക്കൂടെ? അല്ല, നിങ്ങളുടെ കയ്യിലുള്ളത് മുസൈലിമത്തിന്റേതാണോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ പറയുന്നില്ല. അങ്ങനെ നിങ്ങൾ ചോദിക്കേണ്ടി വരും. കാരണം ലോക ചരിത്രത്തിൽ മുസ്ലിം പണ്ഡിതന്മാരും ധീരയോദ്ധാക്കളും ശത്രുവിനെതിരെ സംഹാര താണ്ഡവമാടി വന്ന ശത്രുവിനെതിരെ ഈ ഷാർ മുബാറക്കുകൾ മുന്നിൽ വെച്ച് യുദ്ധം നയിച്ച് വിജയിച്ചതിന്റെ കഥകൾ നമുക്കറിയാം. ഷാർ മുബാറക്കിനെതിരെ പറഞ്ഞു വരുന്നവന്റെ നേരെ ആദർശപരമായി പോരാടിയതിന്റെ ചരിത്രത്തെ വായിച്ചെടുക്കാൻ നമുക്ക് കഴിയും. ഖാലിദ് തങ്ങൾ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുമ്പോ യുദ്ധരംഗത്തുനിന്ന് പിന്നോട്ട് വന്നിട്ട്
ജനങ്ങൾക്കിടയിൽ നിന്ന് പറഞ്ഞു, എന്തേ ഖാലിദ് തങ്ങളെ പിന്നോട്ട് വന്നത്, എന്റെ തൊപ്പി കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൂടി തെരഞ്ഞു. അവസാനം ഒരു തൊപ്പി കിട്ടി, പഴകിയ തൊപ്പി. ആ തൊപ്പി കണ്ടപ്പോ അനുചരന്മാർ ചോദിച്ചു, തങ്ങളെ ഇത്ര വലിയൊരു യുദ്ധം നയിക്കുമ്പോ, ശത്രുവിനെതിരെ ഘോരഘോരമായി പോരാടിക്കൊണ്ടിരിക്കുമ്പോ എന്തിനെ ഈ പഴയ തൊപ്പിക്ക് വേണ്ടി നിങ്ങളിങ്ങനെ തിരിച്ചു നടന്നു എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, യഥാർത്ഥ ഷഹർ മുബാറക്കിനെ കുറിച്ച് പറയുന്നത്, ഈ തൊപ്പി വെച്ച് എല്ലാ ജിഹാദുകളും വിജയിച്ചത് അതിനകത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമുള്ളത് കൊണ്ടാണെന്നാ പറഞ്ഞത്. എന്നാ കാന്തപുരത്തിന്റെ കയ്യിലേക്ക് മുടി വന്നതിന് ശേഷം എന്തൊരു പരാജയത്തിന്റെ കഥയാ. നോളജ് സിറ്റി പൊട്ടി, കമാലിയ മെഡിക്കൽ കോളേജ് പോയി, എന്തൊക്കെ തുടങ്ങാൻ മൂപ്പര് തീരുമാനിച്ചോ അതൊക്കെ 80 നിലയിൽ പൊട്ടി. അവസാനം ഹരിത ട്രിബ്യൂണലിന് കേട്ടാൽ ഇപ്പൊ ഇവർ പേടിക്കാൻ തുടങ്ങി. ഹരിതാന്ന് എവിടെ അനൗൺസ്മെന്റ് കേട്ടാൽ പുതിയ എന്തെങ്കിലും വരുന്നുണ്ടോ? ആ നിലയിലേക്ക് ഇവർക്ക് എത്തേണ്ടി വന്നത് ഇവരെ കയ്യിലുള്ളത് ഒറിജിനൽ ഷഹർ മുബാറക് അല്ലാത്തതുകൊണ്ടാണ്. ഒറിജിനൽ ഷഹർ മുബാറക് ആയിരുന്നെങ്കിൽ അത് ഇന്നും എന്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ അവിടെ നിന്ന് മാറി ഇങ്ങോട്ടേക്ക് പോരാൻ കാരണമാകുമായിരുന്നില്ല. എനിക്കെത്ര തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്, നൗഷാദ് ഹസനിക്ക് ലഭിച്ചിട്ടില്ലേ? അതുകൊണ്ടല്ലേ നൗഷാദ് ഹസനി ജിഷാൻ മാഹിയെ വിശ്വസിച്ചുകൊണ്ട് കേസറ്റ് വിതരണം ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ അനുയായികൾ എന്ന് പറയുന്ന AP വിഭാഗത്തിന്റെ പ്രവർത്തകരെ, നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ വികാരപ്പെടുന്നുണ്ടാവാം, നിങ്ങളൊരു പക്ഷേ വികാരത്തോടെ ശത്രുതയോടെ എന്നെ കാണുന്നുണ്ടാവാം. പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും വിചാരിച്ചാലും പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഒരു കാലത്ത് ഇതുപോലെ സമത്വയുടെ വേദികളിൽ നിന്ന് പ്രിയപ്പെട്ട ഹമീദ് ഫൈസി പ്രസംഗിച്ചപ്പോ വിദ്വേഷത്തിന്റെ കൂരമ്പുകൾ എറിഞ്ഞ് അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ച പഴയകാലത്തെ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഹമീദ് ഫൈസി പ്രസംഗിച്ചാൽ, ഷമൽ സാഹിബ് പ്രസംഗിച്ചാൽ, മുജീബ് ഫൈസി പ്രസംഗിച്ചാൽ, സമത്വയുടെ നേതാക്കൾ പ്രസംഗിച്ചാൽ അതിനെ വിദ്വേഷത്തോടെയും വികാരവായ്പകളുടെയും കണ്ടിരുന്നു ഞാൻ. പക്ഷേ അവരുടെ ചോദ്യങ്ങൾ ഓരോന്നും ഇങ്ങനെ കൂരമ്പുകളെ പോലെ മനസ്സിലേക്ക് കുതിച്ചു വന്നപ്പോ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ ഇഹ്യാ സുന്നയിൽ എന്ന് മാത്രമല്ല, മർക്കസ് സഖാവത്ത് സിരിയയിൽ മാത്രമല്ല, സിറാജുൽ ഹുദയിലും അതുപോലെ മജ്മഅയിലും ഇവരുടെ സ്ഥാപന സമുച്ചയങ്ങളിൽ പലതും ചെന്ന് പലരോടും ചോദ്യങ്ങൾ ചോദിച്ചപ്പോ ഉത്തരം കിട്ടാത്ത അവസ്ഥ വന്നപ്പോ സാക്ഷാൽ ശ്രീമാൻ കാന്തപുരം ഉസ്താദിന്റെ അവിടെ പോയി ചോദ്യം ചോദിച്ചിട്ടും ഉത്തരം കിട്ടാതെ വന്നപ്പോ അവസാനം ബോധ്യപ്പെട്ടു, ഈ ഉത്തരങ്ങൾ ഇവർക്ക് തരാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ സ്വയം ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു. ആ ഉത്തരം വികാരപ്പെടലിന് പകരം വിചാരപ്പെടലായിരുന്നു. ഇന്ന് അതുകൊണ്ട് തന്നെ അന്ന് വെറുത്ത ഹമീദ് ഫൈസിയെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നു, അന്ന് വെറുത്ത നേതാക്കളെ സ്നേഹിക്കാൻ കഴിയുന്നു. കാരണം എന്തേ? എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്ന് സത്യത്തിലേക്ക് വഴി നടത്താൻ അവർക്ക് സാധിച്ചു എന്നതാണ് കാരണം. എന്റെ പ്രിയപ്പെട്ട AP വിഭാഗത്തിന്റെ പ്രവർത്തകരെ, നാളെ നിങ്ങൾക്കും അങ്ങനെ വരും, ഉറപ്പാ. നിങ്ങൾ കാന്തപുരത്തെ മനസ്സിലാക്കിയിട്ടില്ല. പാവം സുലൈമാൻ ഉസ്താദ് സമത്വയെ ഭിന്നിപ്പിച്ച് കാന്തപുരം വന്ന കാലത്ത് സജീവമായ സമത്വയുടേതെന്നല്ല, സംഘടനാ പ്രവർത്തനത്തെ പോലും എതിർത്ത കാലമായിരുന്നു എന്ന് പറയട്ടെ. പഴയ കാലത്ത് ആശ്ചര്യമാരെ ഞാൻ കൊണ്ടുതരാം. ക്ലാസ്സിലിരുന്ന സുലൈമാൻ ഉസ്താദ് സംഘടനാ പ്രവർത്തനത്തിന് പോകുന്നതിനെ വിമർശിച്ച പഴയകാലമുണ്ട്. പിളർപ്പിന്റെ ശേഷം തന്നെ, പിളർത്തിയതിനു ശേഷം തന്നെ. പിന്നീട് എപ്പോഴോ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പായസം എടുക്കും പോലെയുള്ള ഏതോ തെറ്റിദ്ധരിപ്പിക്കലുടെ കാരണമായിട്ടാണ് അദ്ദേഹം അകപ്പെട്ടു പോയത്. എന്നാലും അല്ലാഹു അദ്ദേഹത്തിന് ഹിദായത്തിന്റെ ഈ സത്യപ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. എന്നാൽ അവരുടെ അവസ്ഥ എന്താ? കുത്തുബ്ഖാന ഉദ്ഘാടനം ചെയ്തു. കുത്തുബ്ഖാന ഉദ്ഘാടനത്തിന് വേണ്ടി ഇവരിറക്കിയ സപ്ലിമെന്റിലേക്ക് മുനവ്വറലി തങ്ങളെടുത്തു പോയിട്ടും ഹൈദരലി തങ്ങളെടുത്തു പോയിട്ട് കത്ത് വാങ്ങി. ഹൈദരലി തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കത്ത് വാങ്ങി. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഇവരെന്താ പറഞ്ഞത്? സമസ്ത മുശാവറയുടെ പ്രസിഡന്റാണ് സുലൈമാൻ ഉസ്താദ്. എന്തായാലും പ്രസിഡന്റിന്റെ പേരിൽ അയാളുടെ ഒരു സ്ഥാപനത്തിന്റെ ഒരു സുവനീർ ഇറക്കുമ്പോ അയാളെക്കാളും ഉയർന്ന സ്ഥാനത്തുള്ള ഒരാളെടുത്തല്ലേ കത്ത് വാങ്ങേണ്ടത്? ആരെടുത്താ വാങ്ങിയത്? ഇവർക്ക് തന്നെ ബോധ്യമുണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയത്, വെറുതെ ഉണ്ടാക്കിയതാണ്, ഇത് ചൈനന്റെ മെയ്ഡാണെന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ അടുത്ത് പോയിട്ട് കത്ത് വാങ്ങിക്കൊണ്ടുവന്നു. എന്തിന്? എന്നാലേ സമുദായം സ്വീകരിക്കൂ. ഞങ്ങൾ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ പ്രസിഡന്റിനെ സ്വീകരിക്കണമെങ്കിൽ പാണക്കാട് നിന്ന് കത്ത് വേണമെന്ന് ഇവർക്ക് തന്നെ ബോധ്യമുണ്ടെങ്കിൽ പിരിച്ചുവിട്ടൂടെ സുലൈമാൻ ഉസ്താദിനെ കുടുക്കിയ സംഘടനക്കാരെ?
അതാണ് സാധുക്കൾ. ആ സാധു ഒന്നും അറിയില്ല. ആ സാധു വിചാരിച്ചത് AP പറയുന്ന ശരിനാ. എന്നാ സുലൈമാൻ ഉസ്താദെ, നിങ്ങൾ പ്രസിഡന്റ് അല്ലേ, ഞാനിതാ ഭവ്യതയോട് ആവശ്യപ്പെടുന്നു, നിങ്ങളെടുത്ത് ഒരുപാട് കാലം വന്നൊരാൾ എന്നുള്ള നിലയിൽ ആവശ്യപ്പെടട്ടെ. AP അബൂബക്കർ മുസ്ലിയാർ എന്ന നിങ്ങളെ സെക്രട്ടറിക്കെതിരെ ആയിരക്കണക്കിന് തെളിവുകൾ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കാം, രേഖയായി കൊണ്ടുതരാം. കാന്തപുരത്തെ ചോദ്യം ചെയ്യാൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞാനിതാ അതിന് തയ്യാറാണെന്ന് അറിയിക്കുകയാണ്. ഇല്ല ഉസ്താദെ, ചോദ്യം ചെയ്യാൻ പോയാൽ നിങ്ങളെ പ്രസിഡന്റ് സ്ഥാനവും പോവും. അതുകൊണ്ട് അനങ്ങാതെ വിടുന്നു. കാരണം എന്താ, ഇവർക്ക് മർക്കസ് സമ്മേളനത്തിൽ നമ്മൾ കണ്ടു, ഇതുപോലെ ഒരുപാട് സമ്മേളനം കണ്ടു. ഇപ്പൊ സംസ്ഥാന പ്രസിഡന്റിന് സ്വീകരണം നൽകുന്ന പരിപാടിയിലെങ്കിലും വേണോ അഖിലേന്ത്യാ പ്രസിഡന്റ്? ഇവർക്കൊരു അഖിലേന്ത്യാ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, പക്ഷെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഹൈദരാബാദിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഏതൊരു ഖുറൈശി അങ്ങനത്തെ 2-3 പേരുള്ള ആളുകളെ കിട്ടി, അവരൊക്കെ അഖിലേന്ത്യാ പ്രസിഡന്റായി കൊണ്ടുവന്നു. പക്ഷെ അവസാനം അഖിലേന്ത്യാ പ്രസിഡന്റിനെ കാണാനില്ല. ഈ അടുത്ത് നടന്ന ഒരുപാട് സമ്മേളനങ്ങൾ വർഷങ്ങളായി അഖിലേന്ത്യാ പ്രസിഡന്റില്ല, വേറെ ആരൊക്കെയോ വരുന്നുണ്ട്. എന്തേ സംഭവം? കണ്ടൊരാളെ, നല്ല നീണ്ട താടിയൊക്കെ ഉള്ള ഒരാളെ കണ്ടവും പിടിച്ച് കൊണ്ടുവന്നാണ്. ഏതുപോലെ ഇയാളെ കൊണ്ടുവന്നിട്ട് പണ്ട് കോഴിക്കോട്ടുകാരൊരു ഫുട്ബോൾ മാച്ച് ഉണ്ടായപ്പോ ചെയ്തില്ലേ, ഗോളിയെ കിട്ടാതെ വന്നപ്പോ സാധുക്കള് തെരഞ്ഞു നടന്നു, കോഴിക്കോട്ട് പോയി പാളയ ബസ് സ്റ്റാൻഡിലെത്തി, എല്ലാ ഭാഗത്തും നോക്കി, ഗോളിയെ കിട്ടില്ല. അപ്പൊ അവരിങ്ങനെ ബസ് കയറാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ആ സാധുക്കൾ ഇങ്ങനെ പാളയം സ്റ്റാൻഡിന്റെ അപ്പുറത്തേക്ക് പോയപ്പോ ഒരു വലിയ പിക്കപ്പില് ഒരാളിങ്ങനെ നിൽക്കുന്നു, പുറത്ത് നിന്ന് 3 ആളുകൾ ബത്തൊക്കെ ഇങ്ങനെ എടുത്ത് എറിഞ്ഞു കൊടുക്കുക. 3 ഭാഗത്തു നിന്ന് ഏറും ഇയാൾ പിടിക്കുകയാണ്. 3 ഭാഗത്തു നിന്ന് ഏറ് പിടിക്കുകയാണ്. ഇത് പിടിക്കുന്ന കണ്ടപ്പോ ഇവർക്ക് തോന്നി, പടച്ചോനെ, ഒറ്റ ഭാഗത്തുനിന്നല്ലേ പന്ത് വരുള്ളൂ, പിന്നെന്തിനാ നമ്മൾ ഭയപ്പെടുന്ന? ഇയാളെ ഗോളിയായി കിട്ടിയാൽ പിന്നെ നമ്മള് സുന്ദരമായ കാലല്ലേ. ഇനി മെസ്സിയല്ല, ആര് വന്ന് ഗോൾ അടിച്ചാലെന്താ, ഒന്നും കൊണ്ടുവരികയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇയാളെ ഗോളി നിർത്തി. കളി അങ്ങനെ ഉഷാറായി വന്നു. മറുപക്ഷത്തേക്ക് 3-4 ഗോൾ അടിച്ചു. സന്തോഷത്തില്ല. കാരണം എന്താ, നമ്മളെ ഗോളി പ്രശ്നമില്ല, ഏത് ഭാഗത്ത് 3 പന്ത് ഒന്നിച്ചു വന്നാലും പിടിക്കുന്ന ആളല്ലേ. അതാ പന്ത് വരുന്നു, വളരെ സുന്ദരമായി വന്നാട്ടി വളരെ ഗംഭീരമായിട്ട് ഗോളി പിടിച്ചു. എല്ലാവരും കൈയടിക്കുമ്പോ മൂപ്പര് ബോൾ ബാക്കിലേക്ക് ഇട്ടു. സെൽഫ് ഗോൾ 1. വീണ്ടും വന്നു അടി. അങ്ങനെ 5-8 ഗോൾ വന്ന് മൂപ്പരൊക്കെ പിടിച്ചു ബാക്കി ഇട്ടു. ഇയാളോട് പോയി ചോദിച്ചു, എന്താ ചെങ്ങായി ഈ ചെയ്തത്? എന്തേ പ്രശ്നം? ഞാൻ സാധാരണ മാർക്കറ്റിൽ നിന്ന് 10 പിടിക്കും, ബാക്കിലേക്ക് ഇടും, അതന്നെയല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ, പുതിയ പണിയൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. എന്താ അങ്ങനെ ചെയ്ത ഗോളാവൂലേ? ഈ മുമ്പേ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്ത് പണിയെടുത്തത് എന്ന് അയാൾ ചോദിച്ചതുപോലെ പഠിച്ചതല്ലേ പാടാൻ കഴിയൂ. ഇവർ പ്രസിഡന്റിനെ കൊണ്ടുവന്നു. പ്രസിഡന്റ് ഇവിടുന്ന് ആരോ ഒരാള് തബ്ലീഗിനെതിരെ പ്രസംഗിക്കാണ്. മുഹമ്മദ് ഇല്യാസ് ഈ സമുദായത്തിന് വേണ്ടി ചെയ്തത്, സമുദായത്തെ ദ്രോഹം ചെയ്തപ്പോ മൂപ്പര് സ്റ്റേജിലിരുന്ന് റഹ്മത്തുള്ളാഹി ചൊല്ലി. കാരണം ഈ സാധുവിന്റെ താടി കണ്ടിട്ട് അഖിലേന്ത്യാ പ്രസിഡന്റാക്കി അയാൾ തബ്ലീഗുകാരനാണ്. ഇത് തമാശ കഥയല്ല, പ്രസിഡന്റ് തബ്ലീഗുകാരനായിരുന്നു തെളിയിക്കാൻ എനിക്ക് കഴിയും. അത് ബോധ്യപ്പെടാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെയുള്ള ആളുകളെ പ്രസിഡന്റുമാരാക്കി കൊണ്ടുവന്നിട്ട് ഷംസുലുലമക്കെതിരെ പകരം വെക്കാൻ വന്നവർ ചരിത്രത്തിൽ പഠിച്ചുകൊടുക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ പണ്ട് ഈ സമസ്തയുടെ പണ്ഡിതന്മാരെ വിമർശിച്ചിരുന്നു പലരും, ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരുന്നു. പക്ഷേ അത് തെറ്റാണെന്ന് തിരിച്ചറിയാൻ ഒരു അവസരം ഉണ്ടാവുകയാണ് ഞങ്ങൾക്ക് ചെയ്തത്. ആ അവസരത്തെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തി. റബ്ബേ, ഈ അവസരം നീ ഇനിയും ഇവരുടെ കൂട്ടത്തിൽ പെട്ടുപോയ സാധുക്കൾക്ക് നൽകണേ. ഇവിടെ ഒരുപാട് സാധുക്കളുണ്ട്. അതിനിടയിൽ ഒരു എഴുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ചിലർക്കൊക്കെ സംശയം ചോദിക്കാനുണ്ട്. സംഘടനാപരവും മുടി സംബന്ധിയുമായി അല്ലെങ്കിൽ AP വിഭാഗവുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും നിങ്ങൾക്ക് സംശയം ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഉസ്താദന്മാരൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് പറ്റുന്നതാണ് ഞാൻ പറയും, അല്ലാത്തതാണ് അങ്ങനെ പറയും. അങ്ങനെ ആർക്കെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ വന്നോളൂ, മുന്നിലേക്ക് ചോദിക്കാവുന്നതാണ്. മറുപടി ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ചോദ്യങ്ങൾ മാന്യമായിരിക്കണം, മറുപടി മാന്യമായിരിക്കും. മാന്യത വിട്ടാൽ ചിലപ്പോ മറുപടി പറയില്ല, വേറെന്തെങ്കിലും പറയും, അതെവിടെയെങ്കിലും തട്ടിയാൽ ഞാൻ ഉത്തരവാദിയുമായിരിക്കില്ല എന്നുകൂടി ഉണർത്തുന്നു. അതുകൊണ്ട് ചോദിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ വേഗം മുന്നിലേക്ക് വന്നോളൂ. മൈക്ക് ഇവിടെ ഉണ്ടെങ്കിൽ മൈക്ക് തരും. ഏതായാലും അങ്ങനെ തയ്യാറുള്ളവരാരെങ്കിലും ഉണ്ടോ? സാക്ഷാൽ നൗഷാദാസിനിക്കും വരാട്ടോ. പക്ഷെ മൂപ്പര് വന്നാൽ ഞാനും മൂപ്പരും തമ്മിൽ മുടി വിഷയം മാത്രമേ ചോദിക്കൂ. നമുക്ക് അതിലേ ചോദിക്കാനുള്ളൂ. നമ്മൾ കണ്ട മുടി, അതിന്റെ നീളം, ഇത്ര നീളമുണ്ട്, എത്ര ഉണ്ട്, അവിടെ നിസ്കാരം കണ്ടോ, നോമ്പ് കണ്ടോ, വേറെന്താ ഉണ്ടായത് ഒക്കെ ചോദിക്കാം. വരൂ, ആരുണ്ടെങ്കിൽ. ആരുണ്ടോ?
ഇതാ റയീസുലുലമയെ നിങ്ങൾ വിളിക്കുന്ന ആളുടെ കേന്ദ്രത്തിൽ വന്നിട്ടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത് കേട്ടോ. മുടി വിഷയത്തിലാണ് ചോദ്യങ്ങളുള്ളത്. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ചോദിക്കാട്ടോ, ഇങ്ങനൊരു വേദി തരാം. അങ്ങനെ കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രവർത്തനത്തെയും സംഘടനയും തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാത്തതുകൊണ്ടാണ്. ചിലർ പറയും, ഞങ്ങൾ ഉസ്താദുമാരെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് അവരെന്തു പറഞ്ഞാലും അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് ചിലർ പറയാറുണ്ട്. അത് ഇസ്ലാമിക സിദ്ധാന്തവുമായി ബന്ധമില്ലാത്ത പൗരോഹിത്യവാദത്തിന്റെ ഭാഗമാണത്. കാരണം മതപരമായ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ മതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പറയപ്പെട്ടതുപോലെയുള്ള ഒരുപാട് അബദ്ധങ്ങളും തെളിവുകളായി മുന്നിൽ നിൽക്കുമ്പോ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ ഉസ്താദ് പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഉസ്താദ് രക്ഷപ്പെടുത്തൂല. കാരണം എന്താ? ഇവിടുത്തെ കോടതിക്ക് മുന്നിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ ഞാൻ പിരിച്ചിട്ടില്ല, ഞാൻ പള്ളിയുണ്ടാക്കുന്നില്ല, ഹരിത ട്രിബ്യൂണലിൽ പോയി പറഞ്ഞില്ലേ, അങ്ങനെ നോളജ് സിറ്റിയുമായി എനിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞ ഇതുപോലെയുള്ള ഉസ്താദ് പടച്ചോന്റെ കോടതി പറയോ, സാക്ഷി നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കില്ല നിങ്ങളെ എന്ന് ബോധമുണ്ടാവുന്നത് നല്ലതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ കോടതിയിൽ ഈ നിമിഷങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടും. ഷംസുല്ലമയെ കുറ്റം പറഞ്ഞ് പ്രസ്ഥാനമുണ്ടാക്കിയ പ്രസ്ഥാനത്തിന്റെ അപജയത്തിന് ഒരുപാട് തെളിവുകൾ പറഞ്ഞെടുത്ത് ഇത്തരം രേഖകൾ പോലും ചൂണ്ടിക്കാണിച്ച് പറഞ്ഞപ്പോ അതൊന്നും ഉൾക്കൊള്ളാതെ, അത് ചെവി കൊടുക്കാതെ, അതിലേക്ക് ശ്രദ്ധിക്കാതെ, അതൊന്നും നോക്കാതെ പോകുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ പോകുമ്പോ, ഇന്ന് പോയിട്ട് വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ഒരുപക്ഷേ നമ്മുടെ അവസാന ദിവസത്തിന്റെ അവസാന നിമിഷം ഇന്നത്തെ ഈ ദിനമായി മാറിയാൽ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ചിന്തകൾ ഉണ്ടാവണം, നമുക്ക് ബോധമുണ്ടാവണം, പുനർവിചിന്തനത്തിന് തയ്യാറാവണം. വീട്ടിലെത്തിയിട്ടൊന്ന് കിടക്കുമ്പോ പ്രിയപ്പെട്ട SSFന്റെ പ്രവർത്തക ഒന്ന് ചിന്തിക്കണം, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ, എന്റെ നേതാക്കൾ എന്നെ വഞ്ചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ തയ്യാറാവണം. നോളജ് സിറ്റിയെ കുറിച്ച് പറയുമ്പോ 1000 നാവുള്ള മറുപടി പറയാൻ വരുന്നവർ തിരുനബിയുടെ പേര് പറഞ്ഞു കൊണ്ടുവന്ന മുടിയുടെ കാര്യത്തിൽ ഒരക്ഷരവും ഉരിയാടാതിരിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനുള്ള ബുദ്ധി വേണം. ഇവരുടെ സ്ഥാപനങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പറയുമ്പോൾ 10,000 നാക്കോടെ മറുപടി പറയുന്നവർ തിരുനബിയുടെ പേരിൽ കൊണ്ടുവന്ന മുടിക്കെതിരെ തെളിവുകൾ നിരത്തുമ്പോ അത് തിരുനബിയുടേതല്ലെന്ന് പറയുമ്പോ നിശബ്ദത പുലർത്തുന്നിടത്ത് ഇവർക്ക് പറ്റിയ തെറ്റിനെ ബോധ്യപ്പെടാൻ ബുദ്ധി ഉണ്ടാവണം പ്രിയപ്പെട്ട കൂട്ടുകാരെ. അതുകൊണ്ട് പ്രിയപ്പെട്ട SSFന്റെ പ്രവർത്തകർ, നിങ്ങൾ ആരോടും വികാരപ്പെടുന്നതിന് പകരം ചിന്തയുള്ളവരായി മാറിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഒറ്റപ്പെടും മുമ്പ് രക്ഷപ്പെട്ട് ഇതുപോലെയുള്ള സത്യത്തിന്റെ സുതാര്യതയുടെ പാതയിലേക്ക് വരാം. കണ്ണിയത്ത് ഉസ്താദ് കടന്നുപോയ പോലെയുള്ള വിശുദ്ധമായ നിർമ്മലമായ പാതയിലൂടെ കടന്നു പോകാം. കണ്ണിയത്ത് ഉസ്താദിന്റെ അവസാന നിമിഷത്തെയും ഷംസുലുലമയുടെ അവസാന നിമിഷത്തെയും പൂർവിക സൂര്യകൾ കഴിഞ്ഞുപോയ കാണാൻ കഴിയുന്നത് സമസ്തയുടെ നേതാക്കളുടെ മരണത്തിൽ അവസാന നിമിഷത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ, നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഷംസുലുലമക്ക് പിഴച്ചു എന്ന് പറഞ്ഞവർ, കണ്ണിയത്ത് ഉസ്താദിന് പിഴച്ചു എന്ന് പറഞ്ഞവർ, അതുപോലെ സമസ്തയുടെ നേതാക്കൾക്ക് പിഴച്ചു എന്ന് പറഞ്ഞു. എന്നാൽ പാറന്നൂർ ഉസ്താദിന്റെ വഫാത്തിന്റെ നിമിഷം കണ്ടവർ അടയാളപ്പെടുത്തുന്നുണ്ട് ആ വിശുദ്ധിയുടെ നിമിഷത്തെ. അതുപോലെ കണ്ണിയത്ത് ഉസ്താദിനെ അടയാളപ്പെടുത്തുന്നുണ്ട്, ഷംസുലുലമയും അടയാളപ്പെടുത്തുന്നുണ്ട്. എന്താ ഇത് പഠിപ്പിക്കുന്നത്? പിഴച്ചിട്ടില്ല, തെറ്റിയിട്ടില്ല, അവരുടെ പാതയിൽ ഒരു ഭംഗവും വന്നിട്ടില്ല. അവരുടെ മുന്നോട്ടുള്ള ഗമനം സത്യത്തിന്റെ സുന്ദരമായ ഇസ്ലാമിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ മതത്തിന്റെ യഥാർത്ഥ വാഹകരായി ആ പാതയിലൂടെയാണ് കടന്നുപോയത് എന്നതിന് തെളിവാണ്. അതുകൊണ്ട് ആ പാത പുൽകാൻ ആഗ്രഹിക്കുന്നവർക്ക്, എന്നും നിലനിൽക്കുന്ന സത്യത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, നിരന്തരം മാറ്റിപ്പറയുന്നവരെ കുറിച്ചല്ല, കളവുകൾക്ക് മേൽ അടയിരുന്ന് അതാണ് മതപ്രവർത്തനമെന്ന് പറയുന്നവരെ കുറിച്ചുമല്ല, ഇതുപോലെയുള്ള മഹാന്മാരെ കുറിച്ച് ബോധമുള്ളവർക്ക് അവരുടെ പാതയിലേക്ക് കടന്നു വരാം. അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അവസാനമായി എനിക്കുണർത്താനുള്ളത്, കേരളത്തിലെ സുന്നികൾക്ക് ആധികാരികമായി ഔദ്യോഗികമായി പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നൊരു ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഇല്ലാത്തതുകൊണ്ട് ഹൈദരലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന മണ്ണാർക്കാടിന്റെ പരിസരത്തുള്ള NIC എന്നൊരു സ്ഥാപനത്തിന്റെ ജനറൽ മാനേജറാണ് ഞാൻ. ആ സ്ഥാപനത്തിൽ ഈ വർഷം മുതൽ, ഈ ജൂൺ ആദ്യവാരം മുതൽ ഹിഫ്ളുൽ ഖുർആൻ പെൺകുട്ടികൾക്ക് വേണ്ടി ആരംഭിക്കുന്നുണ്ട്.
ആരെങ്കിലും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ ബന്ധപ്പെടണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു വിജയം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആയിലൊക്കെ ഈ വിനീതനെയും ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.